Dear students, today we will discuss our 17th chapter, Financial Management. What is define the term dividend? എന്താണ് ഡിവിഡൻഡ്? അതായത് ഒരു കമ്പനിയുടെ ലാഭത്തിൽ നിന്നും ഓഹരി ഉടമകൾക്ക് വിതരണം ചെയ്യുന്ന ഭാഗത്തിനെയാണ് നമ്മൾ ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ഒരു കമ്പനിയുടെ ലാഭത്തിൽ നിന്നും ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന ഒരു ഭാഗം, അതിനെയാണ് നമ്മൾ ഡിവിഡൻഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഓപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ അല്ലെങ്കിൽ ഓപ്റ്റിമൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ്. മൂലധന ഘടന ലാഭക്ഷമതയെയും ധനകാര്യ നഷ്ടസാധ്യതയെയും ബാധിക്കുന്നു. കടത്തിന്റെയും ഇക്വിറ്റിയുടെയും അനുപാതം ഇക്വിറ്റി ഓഹരിയുടെ മൂല്യം കൂട്ടുകയാണെങ്കിൽ അതിന് ഏറ്റവും അനുയോജ്യമായ മൂലധന ഘടന എന്ന് പറയുന്നത്, അതായത് മൂലധന ഘടന അഥവാ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാല് അത് ലാഭക്ഷമതയെയും പ്രോഫിറ്റിനെയും അതേപോലെ ധനപരമായിട്ടുള്ള നഷ്ടസാധ്യതയെയും ബാധിക്കുന്നു. കടത്തിന്റെയും ഇക്വിറ്റിയുടെയും അനുപാതം ഇക്വിറ്റി ഓഹരിയുടെ മൂല്യം കൂട്ടുകയാണെങ്കിൽ അതിന് ഏറ്റവും അനുയോജ്യമായ ഓപ്റ്റിമൽ മൂലധന ഘടന അല്ലെങ്കിൽ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ഡെപ്റ്റും അതേപോലെ തന്നെ ഇക്വിറ്റിയുടെയും ആ റേഷ്യോ അനുപാതം ഓഹരിയുടെ മൂല്യം കൂട്ടുകയാണെങ്കിൽ, ഇക്വിറ്റി ഷെയറുകളുടെ വാല്യൂ കൂട്ടുകയാണെങ്കിൽ അതിനെ നമ്മൾ ഓപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നു. ഇനി സ്റ്റേറ്റ് ദ മീനിങ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. എന്താണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ? അതായത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ധനകാര്യ മാനേജ്മെന്റ് എന്ന് വെച്ചാൽ മൂലധന ഫണ്ട് എന്ന സുപ്രധാന സാമ്പത്തിക വിഭവത്തിന്റെ ഫലപ്രദമായ വിനിയോഗം. മൂലധനം ക്യാപിറ്റലിന് എങ്ങനെ നമ്മൾ കാര്യക്ഷമമായി വിനിയോഗിക്കുന്നു, മൂലധന ഫണ്ട് എന്ന സുപ്രധാന സാമ്പത്തിക വിഭവത്തിന്റെ ഫലപ്രദമായ വിനിയോഗം. ക്യാപിറ്റൽ സ്ട്രക്ചർ അല്ലെങ്കിൽ ക്യാപിറ്റൽ നമ്മൾ എങ്ങനെ കാര്യക്ഷമമായി വിനിയോഗിക്കുന്നു എന്നതാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂലധന ഫണ്ട് സുപ്രധാനമായ സാമ്പത്തിക വിഭവത്തിന് ഫലപ്രദമായി ഉപയോഗിക്കുക. നമുക്ക് ഒരു ഒരു ഫേം വർക്ക് ചെയ്യണമെങ്കിൽ അതിന് ആവശ്യമായിട്ടുള്ള ക്യാപിറ്റൽ വേണം. ആ ക്യാപിറ്റല് നല്ല രീതിയിൽ അല്ലെങ്കിൽ ഫലപ്രദമായ രീതിയിൽ വിനിയോഗിക്കുമ്പോഴാണ് നമ്മൾ അതിനെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഫിനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് അടുത്തത്. അതായത് ധനകാര്യ പ്ലാനിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക എന്താണ് ധനകാര്യ പ്ലാനിങ്? ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ പ്രധാനപ്പെട്ട ധർമ്മങ്ങളിൽ ഒന്നാണ് ഫിനാൻഷ്യൽ പ്ലാനിങ്. ആകെ വേണ്ട ധനത്തിന്റെ അളവ് കണക്കാക്കുക, ധനശേഖരണത്തിന്റെ രീതി നിശ്ചയിക്കുക, ധനത്തിന്റെ ശരിയായ വിനിയോഗം തീരുമാനിക്കുക എന്നിവ അടങ്ങിയ പ്രക്രിയയാണ് ധനകാര്യ ആസൂത്രണം. സ്ഥാപനത്തിന്റെ ധനപരമായ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച ലക്ഷ്യങ്ങൾ, നയങ്ങൾ, പരിപാടികൾ, നടപടിക്രമങ്ങൾ, ബഡ്ജറ്റ് എന്നിവ നിർണ്ണയിക്കുന്ന പ്രക്രിയയ്ക്കാണ് ഫിനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറയുന്നത്. അതായത് ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷനാണ് ഫിനാൻഷ്യൽ പ്ലാനിങ്. ആകെ വേണ്ട ധനത്തിന്റെ അളവ് കണക്കാക്കുക, അല്ലെങ്കിൽ ധനശേഖരണത്തിന്റെ രീതി നിശ്ചയിക്കുക, ധനത്തിന്റെ ശരിയായ വിനിയോഗം തീരുമാനിക്കുക എന്നിവ അടങ്ങിയ പ്രക്രിയയാണ് ധനകാര്യ ആസൂത്രണം. സ്ഥാപനത്തിന്റെ ധനപരമായ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച ലക്ഷ്യങ്ങൾ, നയങ്ങളുടെ പരിപാടികൾ, നടപടിക്രമങ്ങൾ, ബഡ്ജറ്റ് എന്നിവ നിർണ്ണയിക്കുന്ന പ്രക്രിയയ്ക്കാണ് നമ്മൾ ഫിനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറയുന്നത്. ഇനി explain any two factors that are taken into consideration while determining the fixed capital requirement of a company. അതായത് ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ സ്ഥിര മൂലധനം, സ്ഥാവര മൂലധനം നിർണ്ണയിക്കുന്ന ഘടകങ്ങള്. സ്ഥാവര മൂലധനം നിർണ്ണയിക്കുന്ന ഘടകങ്ങള് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിസിനസിന്റെ പ്രകൃതി, അതായത് ഒരു ബിസിനസ് ഏത് രീതിയിലാണ്, എന്താണ് അതിന്റെ നേച്ചർ, ആ നേച്ചറിനനുസരിച്ചായിരിക്കും അതിന്റെ ക്യാപിറ്റൽ നിർണ്ണയിക്കപ്പെടുന്നത്. അപ്പൊ ബിസിനസിന്റെ പ്രകൃതം, അതേപോലെ തന്നെ ബിസിനസിന്റെ വലിപ്പം, പിന്നെ ഉൽപ്പന്നങ്ങളുടെ തരഭേദങ്ങള്, ഉൽപാദന പ്രക്രിയയുടെ തരഭേദങ്ങള്, സ്ഥാവര മൂലധനം സമാഹരിക്കുന്ന രീതികള്. ഇനി ഡിസ്ക്രൈബ് എനി ടു ഡിറ്റർമിനൻസ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ. മൂലധന ഘടന നിർണ്ണയിക്കുന്ന ഘടകങ്ങളെ കുറിച്ചാണ് പറയാൻ പറഞ്ഞിട്ടുള്ളത്. മൂലധന ഘടന നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ വ്യത്യസ്ത സെക്യൂരിറ്റികൾ ശരിയായ അനുപാതത്തിൽ ഉൾപ്പെടുത്തി ഒരു മൂലധന ഘടന പ്ലാൻ ചെയ്യേണ്ടതുണ്ട്. ഒരു കമ്പനിയുടെ മൂലധന ഘടനയെ ബാധിക്കുന്ന ഘടനകൾ അല്ലെങ്കിൽ ഘടകങ്ങൾ താഴെ പറയുന്നവയാണ്. ഒന്ന്, ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി. രണ്ടാമത്തെ
കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടത്തിന്റെ ചെലവ്. പിന്നെ മൂന്നാമത്തത് മൂലധന വിപണിയിലെ സ്ഥിതി. നാലാമത്തത് നിയന്ത്രണം. 5 നികുതി നിരക്ക്. 6 നഷ്ടസാധ്യത. 7 ഫ്ലെക്സിബിലിറ്റി അഥവാ അയവ്. അതായത് ക്യാപിറ്റൽ സ്ട്രക്ചറിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഈ പറഞ്ഞത്. ക്യാപിറ്റൽ സ്ട്രക്ചറിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് ആണ് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി, കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്, അതേപോലെ സ്റ്റോക്ക് മാർക്കറ്റ് കണ്ടീഷൻ, കൺട്രോൾ, ടാക്സ് റേറ്റ്, റിസ്ക്, ഫ്ലെക്സിബിലിറ്റി. ഇനി എന്താണ് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ ഇക്വിറ്റി മൂലധനത്തിനുള്ള വരുമാനം വർദ്ധിക്കുന്ന വിധത്തിൽ മൂലധന ഘടനയിൽ കടപ്പത്രം, അതേപോലെ തന്നെ പ്രിഫറൻസ് ഓഹരി എന്നിവ പോലെ നിശ്ചിത വരുമാനമുള്ള സെക്യൂരിറ്റികൾ ഉപയോഗപ്പെടുത്തുന്നതിനാണ് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് പറയുന്നത്. അതായത് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇക്വിറ്റി മൂലധനത്തിനുള്ള വരുമാനം വർദ്ധിക്കുന്ന വിധത്തിൽ മൂലധന ഘടനയിൽ കടപ്പത്രം, അതേപോലെ പ്രിഫറൻസ് ഓഹരി എന്നിവ പോലെ നിശ്ചിത വരുമാനമുള്ള സെക്യൂരിറ്റികൾ ഉപയോഗപ്പെടുത്തുന്നതിനാണ് നമ്മൾ ട്രേഡിംഗ് ഓൺ എന്ന് നിക്ഷേപ തീരുമാന മൂലധന ബജറ്റിംഗ് എന്ന് പറയുന്നത്. ക്യാപിറ്റലുകളെ പ്രവർത്തന മൂലധന തീരുമാനങ്ങൾ എന്ന് പറയുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞത് എന്താണ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, അല്ലെങ്കിൽ എന്താ പറയുന്നത് മൂലധന തീരുമാനം അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്താണെന്നാണ് പറഞ്ഞത്. അതായത് സ്ഥാപനത്തിന്റെ വിലപ്പെട്ട പണം പലതരം ആസ്തികളിൽ നിക്ഷേപിക്കുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനമാണ് നിക്ഷേപ തീരുമാനം. അതായത് ഒരു ഫേം അല്ലെങ്കിൽ ഒരു ഫാക്ടറി അല്ലെങ്കിൽ ഒരു സ്ഥാപനം അതിന്റെ എന്താ പറയുന്ന ഇൻകം പല ആസ്തികളിൽ നിക്ഷേപിക്കുക. അങ്ങനെ ഏതെല്ലാം ആസ്തികളിലാണ് നിക്ഷേപിക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട തീരുമാനമാണ് നിക്ഷേപ തീരുമാനം. ഇനി 2 തരത്തിലാണ് ഈ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ വരുന്നത്. ഒന്ന് ലോങ് പീരീഡിലും അതേപോലെ തന്നെ ഷോർട്ട് പീരീഡിലും. ലോങ് പീരീഡ് അഥവാ ദീർഘകാലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോങ് പീരീഡിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനെ നമ്മൾ ക്യാപിറ്റൽ ബജറ്റിംഗ് എന്ന് പറയുന്നു. ഹ്രസ്വകാല നിക്ഷേപ തീരുമാനങ്ങളെ നമ്മൾ പ്രവർത്തന മൂലധന തീരുമാനങ്ങൾ എന്നും പറയുന്നു. അതായത് വർക്കിംഗ് ക്യാപിറ്റൽ ഡിസിഷൻസ് എന്ന് പറയും. അപ്പൊ ലോങ് പീരീഡ് ആണെങ്കിൽ അതിന് നമ്മള് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നു. എന്നാൽ ഹ്രസ്വകാലം ഷോർട്ട് പീരീഡ് ആണെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ ഡിസിഷൻസ് എന്നും പറയുന്നു. ഇനി വാട്ട് ഈസ് മീൻ ബൈ ഫിനാൻഷ്യൽ പ്ലാനിങ്? എക്സ്പ്ലെയിൻ എനി 4 റെക്വിസിറ്റ്സ് ഓഫ് സൗണ്ട് ഫിനാൻഷ്യൽ പ്ലാൻ. അതായത് ഫിനാൻഷ്യൽ പ്ലാനിങ് എന്നാൽ എന്ത്? ഫിനാൻഷ്യൽ പ്ലാനിങ്ങിന് ആവശ്യമായ ഘടകങ്ങൾ ഏവ? ഫിനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ പ്രധാനപ്പെട്ട ധർമ്മങ്ങളിൽ ഒന്നാണ് ഫിനാൻഷ്യൽ പ്ലാനിങ്. ധനകാര്യത്തിൽ പ്ലാനിംഗ് പ്രക്രിയ പ്രയോഗിക്കുമ്പോൾ അതിന് ഫിനാൻഷ്യൽ പ്ലാനിംഗ് എന്ന് പറയുന്നു. ബിസിനസ് പ്രവർത്തനങ്ങൾ ഫലപ്രദമായും കാര്യക്ഷമമായും തുടർന്നു പോകുന്നതിന് വേണ്ട ശരിയായ മൂലധനം സമ്പാദിക്കൽ ഇത് സ്ഥാപനത്തിന് ശേഷിയുണ്ടാക്കുന്നു. കമ്പനിയുടെ അടിസ്ഥാന ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ട ധനപരമായ പ്രവർത്തനങ്ങൾ മുൻകൂട്ടി തീരുമാനിക്കുന്നതിനാണ് ഫിനാൻഷ്യൽ പ്ലാനിംഗ് എന്ന് പറയുന്നത്. അതായത് ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷനിൽ ഒന്നാണ് ഫിനാൻഷ്യൽ പ്ലാനിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ധനകാര്യത്തിൽ പ്ലാനിംഗ് പ്രക്രിയ പ്രയോഗിക്കുമ്പോൾ അതിന് ഫിനാൻഷ്യൽ പ്ലാനിംഗ് എന്ന് പറയുന്നു. അതായത് ഫിനാൻസിൽ പ്ലാനിംഗ് പ്രക്രിയ പ്രയോഗിക്കുമ്പോഴാണ് അതിന് നമ്മൾ ഫിനാൻഷ്യൽ പ്ലാനിംഗ് എന്ന് പറയുന്നത്. ബിസിനസ് പ്രവർത്തനങ്ങൾ ഫലപ്രദമായും കാര്യക്ഷമമായും തുടർന്നു പോകുന്നതിന് വേണ്ട ശരിയായ മൂലധനം സമ്പാദിക്കൽ ഇത് സ്ഥാപനത്തിന് ശേഷിയുണ്ടാക്കുന്നു. കമ്പനിയുടെ അടിസ്ഥാന ലക്ഷ്യങ്ങൾ നേടുന്നതിനു വേണ്ടി ധനപരമായ പ്രവർത്തനങ്ങൾ മുൻകൂട്ടി തീരുമാനിക്കുന്നതിനാണ് ഫിനാൻഷ്യൽ പ്ലാനിംഗ് എന്ന് പറയുന്നത്. സ്ഥാപനത്തിന്റെ ധനപരമായ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച ലക്ഷ്യങ്ങൾ, നയങ്ങൾ, പരിപാടികൾ, നടപടിക്രമങ്ങൾ, ബഡ്ജറ്റ് എന്നിവ നിർണ്ണയിക്കുന്ന പ്രക്രിയയ്ക്കാണ് ഫിനാൻഷ്യൽ പ്ലാനിംഗ് എന്ന് പറയുന്നത്. അതായത് സ്ഥാപനത്തിന്റെ ധനപരമായ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച ലക്ഷ്യങ്ങൾ, നയങ്ങൾ, പരിപാടികൾ,
നടപടിക്രമങ്ങൾ, ബഡ്ജറ്റ് എന്നിവ നിർണ്ണയിക്കുന്ന പ്രക്രിയക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫിനാൻഷ്യൽ പ്ലാനിംഗ് എന്ന് പറയുന്നത്. ഇനി അതിന്റെ ലക്ഷ്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ വിഭവങ്ങൾ പരമാവധി ഗുണകരമായി വിനിയോഗിക്കുമെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടത്ര ധനം പ്രദാനം ചെയ്യുക, ധനശേഖരണത്തിനുള്ള ചെലവ് കഴിയുന്നത് കുറയ്ക്കാൻ, നഷ്ടം സഹിക്കാനുള്ള ഉടമകളുടെ ശേഷിക്ക് അനുസൃതമായി തക്കതായ ഉറവിടങ്ങളിൽ നിന്ന് ധനശേഖരണം നടത്തുക, ബിസിനസിന്റെ നിയന്ത്രണം, കൈമോശം വരാതെ ഉടമകളെ സംരക്ഷിക്കുക, മാറ്റങ്ങൾക്ക് അനുസൃതമായി ധനപരമായ ഘടനയിൽ നീക്കുപോക്ക് വരുത്തുവാൻ കഴിയുന്നതിനെ പ്ലാനിങ്ങിന് ലളിതമായി നിലനിർത്തുക. ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ്. അതായത് വിഭവങ്ങൾ പരമാവധി ഗുണകരമായി വിനിയോഗിക്കുമെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടത്ര ധനം പ്രദാനം ചെയ്യുക, പിന്നെ ധനശേഖരണത്തിനുള്ള ചെലവ് കഴിയുന്നത് കുറയ്ക്കാൻ, നഷ്ടം സഹിക്കാനുള്ള ഉടമകളുടെ ശേഷിക്ക് അനുസൃതമായി തക്കതായ ഉറവിടങ്ങളിൽ നിന്ന് ധനശേഖരണം നടത്തുക, ബിസിനസിന്റെ നിയന്ത്രണം, കൈമോശം വരാതെ ഉടമകളെ സംരക്ഷിക്കുക, മാറ്റങ്ങൾക്ക് അനുസൃതമായി ധനപരമായ ഘടനയിൽ നീക്കുപോക്ക് വരുത്തുവാൻ കഴിയുന്നതിന് പ്ലാനിങ്ങിനെ ലളിതമായി നിലനിർത്തുക. ഇത്രയുമാണ് ഫിനാൻഷ്യൽ പ്ലാനിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സ്. Then next, how does rising of long-term funds through debt affect the return on shareholders funds? അതായത് ദീർഘകാല കടം ഫണ്ടുകൾ ഓഹരി ഉടമകളുടെ പ്രതിഫലത്തെ എങ്ങനെ ബാധിക്കുന്നു? ഉടമസ്ഥതയുടെ അടിസ്ഥാനത്തിൽ ബിസിനസ് ഫിനാൻസിനെ രണ്ടായി തിരിക്കാം. അത് കൺസ്യൂമർ ഫണ്ട് എന്നും അതേപോലെ തന്നെ ബോറോവ്ഡ് ഫണ്ട്. അതായത് ഉടമസ്ഥതയുടെ അടിസ്ഥാനത്തിൽ ബിസിനസ് ഫിനാൻസിനെ, ഒരു ബിസിനസിന് ആവശ്യമായിട്ടുള്ള ഫിനാൻസിനെ രണ്ടായി തിരിക്കുന്നു. ബോറോവ്ഡ് ഫണ്ടും അതേപോലെ തന്നെ കൺസ്യൂമർ ഫണ്ടും. ഉടമസ്ഥരുടെ ഫണ്ടുകളിൽ ഇക്വിറ്റി ഷെയർ മൂലധനം, പ്രിഫറൻസ് ഷെയർ മൂലധനം, റിസർവുകൾ, നീക്കിവെച്ച സമ്പാദ്യം എന്നിവ ഉൾപ്പെടുന്നു. കടം വാങ്ങിയ ഫണ്ടുകളിൽ ലോൺ, കടപ്പത്രങ്ങൾ, പൊതുജനങ്ങളുടെ നിക്ഷേപങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. മൂലധന ഘടന എന്നാൽ ഉടമസ്ഥരുടെ ഫണ്ടുകളുടെയും കടം വാങ്ങിയ ഫണ്ടുകളുടെയും മിശ്രിതമാകുന്നു. ഒരു സ്ഥാപനത്തിന്റെ മൊത്തം മൂലധനത്തിൽ കടത്തിന്റെ അനുപാതത്തെ ഫിനാൻഷ്യൽ ലിവറേജ്, ക്യാപിറ്റൽ ഗിയറിംഗ്, ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് പറയുന്നു. ഒരു കമ്പനിയുടെ മൊത്തം മൂലധനത്തിൽ ഉടമസ്ഥരുടെ ഫണ്ടുകൾ വളരെ ചെറിയൊരു ഭാഗം മാത്രമാണെങ്കിൽ ആ കമ്പനി അത്യന്തം ചാലകത്വം ഉള്ളതാണെന്ന് പറയും. നേരെ മറിച്ച് ഉടമസ്ഥരുടെ പണം മൊത്തം മൂലധനത്തിന്റെ വലിയൊരു ഭാഗം വരുമെങ്കിൽ കമ്പനിയുടെ ചാലകത്വം വളരെ താഴ്ന്നതാണ്. ഫിനാൻഷ്യൽ ലിവറേജ് വർദ്ധിക്കും തോറും ഫണ്ടിന്റെ ചെലവ് കുറയും. അതായത് ഫിനാൻഷ്യൽ ലിവറേജ് കൂടുന്തോറും എന്താണെന്നാ പറയുന്നത്? ഫണ്ടിന്റെ ചെലവ് കുറയുന്നു. കുറഞ്ഞ നിരക്കിലുള്ള കൂടുതൽ ഫണ്ട് ഉപയോഗിച്ചാൽ ഓഹരി ഉടമകളുടെ പ്രതിഫലം വർദ്ധിക്കും, അവരുടെ പ്രതിയോഹരി സമ്പാദ്യവും വർദ്ധിക്കും. അപ്പൊ ഉടമസ്ഥരുടെ ഫണ്ടുകളും അതേപോലെ തന്നെ കടം വാങ്ങിയ ഫണ്ടുകൾ എന്നീ രണ്ട് രീതിയിലാണ് ഇക്വിറ്റി എന്താ പറയുന്നത് ബിസിനസ് ഫിനാൻസിന് തിരിച്ചിരിക്കുന്നത്. ഉടമസ്ഥരുടെ ഫണ്ടുകളിൽ ഇക്വിറ്റി ഷെയർ മൂലധനം, പ്രിഫറൻസ് ഷെയർ മൂലധനം, റിസർവുകൾ, നീക്കിവെച്ച സമ്പാദ്യം എന്നിവ ഉൾപ്പെടുന്നു. കടം വാങ്ങിയ ഫണ്ടുകളിൽ ലോൺ, കടപ്പത്രങ്ങൾ, പൊതുജനങ്ങളുടെ നിക്ഷേപങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. ഇനി നമ്മൾ അതിന്റെ എക്സാമ്പിൾ പറയുമ്പോൾ ഇക്വിറ്റി ഓഹരി മൂലധനം, ഒരു ഓഹരിക്ക് 10 രൂപ മുഖവില എന്ന തോതില് ഇപ്പോ ഒന്നാമത്തെ സാഹചര്യം എന്ന് പറയുന്നത് 7 ലക്ഷം രൂപ വരെയാകാം, രണ്ടാമത്തെ 5 ലക്ഷം രൂപ വരെയാകാം, മൂന്നാമത്തെ 2 ലക്ഷം രൂപ വരെയാകാം. അതില് 10% ഡിബഞ്ചറോട് കൂടിയിട്ട് വരുമ്പോൾ ഒന്നാമത്തെ സാഹചര്യം ഇല്ല, രണ്ടാമത്തെ സാഹചര്യം 2 ലക്ഷം രൂപ, മൂന്നാമത്തെ സാഹചര്യം 5 ലക്ഷം രൂപ. അങ്ങനെ നിങ്ങളുടെ ഗൈഡിൽ അതിന്റെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പറയുന്നത് വാട്ട് ഈസ് മീൻ ബൈ ഡിവിഡൻഡ്, സ്റ്റേറ്റ് ദ ഫാക്ടേഴ്സ് ദാറ്റ് ഇഫക്ട് ദ ഡിവിഡൻഡ് ഡിസിഷൻ. ഡിവിഡൻഡ് എന്നാൽ എന്ത്? ഡിവിഡൻഡ് തീരുമാനങ്ങളെ ബാധിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാം എന്നാണ് ചോദിക്കുന്നത്. അതായത് ഒരു കമ്പനി സമ്പാദിച്ച ലാഭത്തിന്റെ എത്ര ഭാഗം ഓഹരി ഉടമകൾക്ക് വിതരണം ചെയ്യണമെന്നും എത്ര ഭാഗം ബിസിനസ്സിൽ നിലനിർത്തണമെന്നും സംബന്ധിച്ച തീരുമാനമാണ് ഡിവിഡൻഡ് തീരുമാനം. അതായത് ഒരു കമ്പനിക്ക് കിട്ടുന്ന ലാഭത്തിന്റെ എത്ര ഭാഗം ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കണം, എത്ര ഭാഗം ബിസിനസ്സിൽ തന്നെ വീണ്ടും നിലനിർത്തണം, ഇങ്ങനെയുള്ള തീരുമാനങ്ങളെ സംബന്ധിച്ചതാണ് ഡിവിഡൻഡ് തീരുമാനം എന്ന് പറയുന്നത്. ഡിവിഡൻഡ് ഓഹരി ഉടമകൾക്കുള്ള ഇപ്പോഴത്തെ വരുമാനമാണ്. ഡിവിഡൻഡ് എന്ന് പറയുന്നത് ഓഹരി ഉടമകൾക്കുള്ള ഇപ്പോഴത്തെ വരുമാനമാണ്. ബിസിനസ്സിൽ നീക്കിവെച്ച വരുമാനം സ്ഥാപനത്തിന്റെ ഭാവി ലാഭക്ഷമതയെ വർദ്ധിപ്പിക്കുന്നു.
ഓഹരി ഉടമകളുടെ സമ്പത്ത് വർദ്ധിപ്പിക്കുക എന്ന പൊതു ലക്ഷ്യം അനുസരിച്ചായിരിക്കണം ഡിവിഡൻഡുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കേണ്ടത്. ലാഭത്തിന്റെ എത്ര ഭാഗം വിതരണം ചെയ്യണമെന്നും എത്ര ഭാഗം ബിസിനസ്സിൽ നിലനിർത്തണമെന്നുമുള്ള തീരുമാനങ്ങൾ നിരവധി ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. അത്തരം ഘടകങ്ങളിൽ ഇവിടെ ചിലത് വിശദീകരിക്കണം. അതായത് ലാഭത്തിന്റെ എത്ര ഭാഗം, കിട്ടുന്ന പ്രോഫിറ്റിന്റെ എത്ര ഭാഗം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, എത്ര ഭാഗം ബിസിനസ്സിൽ തന്നെ നിലനിർത്തണം, അങ്ങനെയുള്ള തീരുമാനങ്ങൾ ഒരുപാട് ഫാക്ടേഴ്സിനെ, ഒരുപാട് ഘടകങ്ങളെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. അതെന്തൊക്കെയാണെന്നാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തെ സമ്പാദ്യത്തിന്റെ അളവ്, രണ്ടാമത്തെ സമ്പാദ്യങ്ങളുടെ സ്ഥിരത, മൂന്നാമത്തെ ഡിവിഡൻഡിന്റെ സ്ഥിരത, നാലാമത്തെ വളർച്ചയ്ക്കുള്ള അവസരങ്ങള്, അഞ്ചാമത്തെ ക്യാഷ് ഫ്ലോ പൊസിഷൻ, ആറാമത്തെ ഓഹരി ഉടമകളുടെ താല്പര്യം, ഏഴാമത്തെ നികുതി നയം, പിന്നെ അതേപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റ്, പിന്നെ മൂലധന വിപണിയിലേക്കുള്ള പ്രവേശനം, അതേപോലെ നിയമ തടസ്സങ്ങൾ, അതേപോലെ കരാർ പ്രകാരമുള്ള തടസ്സങ്ങൾ. ഇതിനെയൊക്കെ ആശ്രയിച്ചിട്ടാണ് എന്താ പറയുന്നത്, ലാഭത്തിന്റെ എത്ര ഭാഗം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, എത്ര ഭാഗം കമ്പനിയിൽ എന്താ പറയുന്ന ബിസിനസ്സിൽ തന്നെ അല്ലെങ്കിൽ ആ കമ്പനിയിൽ തന്നെ നിലനിർത്തണം എന്ന് തീരുമാനിക്കുന്നത്. അതായത് സമ്പാദ്യത്തിന്റെ അളവ്, സമ്പാദ്യങ്ങളുടെ സ്ഥിരത, ഡിവിഡൻഡിന്റെ സ്ഥിരത, വളർച്ചയ്ക്കുള്ള അവസരങ്ങള്, ക്യാഷ് ഫ്ലോ പൊസിഷൻ, ഓഹരി ഉടമകളുടെ താല്പര്യം, നികുതി നയം, സ്റ്റോക്ക് മാർക്കറ്റ്, മൂലധന വിപണിയിലേക്കുള്ള പ്രവേശനം, നിയമ തടസ്സങ്ങള്, കരാർ പ്രകാരമുള്ള തടസ്സങ്ങള്. ഇനി ഹൗ ഡു യു അസസ് ദ എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർഡ് ബൈ എ ബിസിനസ് യൂണിറ്റ്? ഒരു എന്താ പറയുന്ന ബിസിനസ് യൂണിറ്റിന്റെ പ്രവർത്തന മൂലധന തുക കണ്ടെത്തുന്ന രീതികൾ. പ്രവർത്തന മൂലധനത്തെ ബാധിക്കുന്ന ഘടകങ്ങൾ, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്സ്. ഒന്ന് ബിസിനസിന്റെ സ്വഭാവം, നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. പിന്നെ പ്രവർത്തനത്തിന്റെ തോത്, പിന്നെ ബിസിനസ് പരിവൃത്തി, കാലഭേദം അനുസരിച്ചുള്ള ഘടകങ്ങള്, ഉൽപാദന ചക്രം, കടം അനുവദിക്കൽ, കടത്തിന്റെ ലഭ്യത, പ്രവർത്തനത്തിലെ കാര്യക്ഷമത, അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത, പിന്നെ അതേപോലെ തന്നെ വളർച്ചാ സാധ്യത, പിന്നെ മത്സരത്തിന്റെ തലം, പണപ്പെരുപ്പം തുടങ്ങിയവയൊക്കെയാണ്. അപ്പോ ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ തീരുമാനങ്ങളെ കുറിച്ചാണ് നെക്സ്റ്റ് നമ്മൾ പറയുന്നത്. നിക്ഷേപം, അതേപോലെ തന്നെ ധനശേഖരണം, ഡിവിഡൻഡ് നയം എന്നിവയാണ് പ്രധാനപ്പെട്ട ധനകാര്യ തീരുമാനങ്ങൾ. അതിൽ നിക്ഷേപ തീരുമാനം എന്ന് പറഞ്ഞ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, സ്ഥാപനത്തിന്റെ വിലപ്പെട്ട പണം പലതരം ആസ്തികളിൽ നിക്ഷേപിക്കുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനമാണ് നിക്ഷേപ തീരുമാനം. നിക്ഷേപ തീരുമാനങ്ങൾ രണ്ടു തരത്തിലാകാം. ദീർഘകാല നിക്ഷേപം, അതേപോലെ തന്നെ ഹ്രസ്വകാല നിക്ഷേപം. ദീർഘകാല നിക്ഷേപ തീരുമാനത്തെ മൂലധന ബജറ്റിംഗ് എന്ന് പറയുന്നു. പുതിയ യന്ത്രം വാങ്ങുക, പുതിയ ശാഖ ആരംഭിക്കുക തുടങ്ങിയവ ദീർഘകാല നിക്ഷേപങ്ങളാണ്. ഹ്രസ്വകാല നിക്ഷേപങ്ങളെ പ്രവർത്തന മൂലധന തീരുമാനങ്ങൾ എന്ന് പറയുന്നു. ഇനി ധനശേഖരണ തീരുമാനം, ഫിനാൻസിങ് ഡിസിഷൻ എന്ന് പറയും. ഇഷ്യൂ ചെയ്യേണ്ട വിവിധ തരം സെക്യൂരിറ്റികൾ ഏതൊക്കെയെന്നും മൂലധന ഘടനയിൽ അവ ഓരോന്നിനുമുള്ള അനുപാതം എന്തായിരിക്കണമെന്നും തീരുമാനിക്കലാണ് ഫിനാൻസിങ് തീരുമാനം. അതായത് ഇഷ്യൂ ചെയ്യേണ്ട വിവിധ തരം സെക്യൂരിറ്റികൾ ഏതൊക്കെയാണെന്നും അതേപോലെ തന്നെ മൂലധന ഘടനയിൽ അവ ഓരോന്നിനുമുള്ള അനുപാതം എന്തായിരിക്കണമെന്നും തീരുമാനിക്കലാണ് ഫിനാൻസിങ് തീരുമാനം. ഓഹരി ഉടമകളുടെ ഫണ്ടുകളും വായ്പാ ഫണ്ടുകളും തമ്മിലുള്ള അനുപാതം തീരുമാനിക്കലാണിത്. ഓരോ ഇനത്തിന്റെയും ചെലവ്, നഷ്ടസാധ്യത, പ്രവർത്തന ചെലവുകൾ, നിയന്ത്രണം, മൂലധന വിപണിയുടെ അവസ്ഥ എന്നിവ പരിഗണിച്ചാണ് ധനശേഖരണ തീരുമാനം എടുക്കുന്നത്. ഡിവിഡൻഡ് തീരുമാനം, ഒരു കമ്പനിയുടെ ലാഭത്തിന്റെ എത്ര ഭാഗം ഓഹരി ഉടമകൾക്ക് വിതരണം ചെയ്യണമെന്നും എത്ര ഭാഗം ബിസിനസ്സിൽ നിലനിർത്തണമെന്നും തീരുമാനിക്കലാണ് ഡിവിഡൻഡ് തീരുമാനം. സമ്പാദ്യത്തിന്റെ അളവ്, സമ്പാദ്യങ്ങളുടെ സ്ഥിരത, ഡിവിഡൻഡിന്റെ സ്ഥിരത, വളർച്ചയ്ക്കുള്ള അവസരങ്ങൾ, ഓഹരി ഉടമകളുടെ താല്പര്യം, നികുതി നയം, മൂലധന വിപണിയിലെ സ്ഥിതി, നിയമ തടസ്സങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ വിലയിരുത്തിയാണ് ഡിവിഡൻഡ് തീരുമാനം എടുക്കുന്നത്. അതായത് ഒരു കമ്പനിയുടെ ലാഭത്തിന്റെ എത്ര ഭാഗം ഓഹരി ഉടമകൾക്ക് വിതരണം ചെയ്യണമെന്നും എത്ര ഭാഗം ബിസിനസ്സിൽ നിലനിർത്തണമെന്നും തീരുമാനിക്കലാണ് ഡിവിഡൻഡ് തീരുമാനം. സമ്പാദ്യത്തിന്റെ അളവ്, സമ്പാദ്യങ്ങളുടെ സ്ഥിരത, ഡിവിഡൻഡിന്റെ സ്ഥിരത, വളർച്ചയ്ക്കുള്ള അവസരങ്ങള്, ഓഹരി ഉടമകളുടെ താല്പര്യം, നികുതി നയം, മൂലധന വിപണിയിലെ സ്ഥിതി, നിയമ തടസ്സങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ വിലയിരുത്തിയാണ് ഡിവിഡൻഡ് തീരുമാനം എടുക്കുന്നത്.
ഇനി നമ്മൾ പറയുന്നത് എക്സ്പ്ലെയിൻ ബ്രീഫ്ലി ദ ഇമ്പോർട്ടൻസ് ഓഫ് ഫിനാൻഷ്യൽ പ്ലാനിങ്. ഫിനാൻഷ്യൽ പ്ലാനിങ്ങിന്റെ പ്രാധാന്യം. ഫിനാൻഷ്യൽ പ്ലാനിങ് ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ പ്രധാനപ്പെട്ട ധർമ്മങ്ങളിൽ ഒന്നാണ്. ഇനി ധനകാര്യത്തിൽ പ്ലാനിംഗ് പ്രക്രിയ ഉപയോഗിക്കുമ്പോൾ അതിനെ ഫിനാൻഷ്യൽ പ്ലാനിംഗ് എന്ന് പറയുന്നു. ബിസിനസ് പ്രവർത്തനങ്ങൾ ഫലപ്രദമായും കാര്യക്ഷമമായും തുടർന്നു പോകുന്നതിന് വേണ്ട ശരിയായ മൂലധനം സമ്പാദിക്കാൻ ഇത് സ്ഥാപനത്തിന് ശേഷിയുണ്ടാക്കുന്നു. സ്ഥാപനത്തിന്റെ ധനപരമായ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച ലക്ഷ്യങ്ങൾ, നയങ്ങൾ, പരിപാടികൾ, നടപടിക്രമങ്ങൾ, ബഡ്ജറ്റ് എന്നിവ നിർണ്ണയിക്കുന്ന പ്രക്രിയയ്ക്കാണ് ഫിനാൻഷ്യൽ പ്ലാനിംഗ് എന്ന് പറയുന്നത്. അതായത് സ്ഥാപനത്തിന്റെ ധനപരമായ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച ലക്ഷ്യങ്ങൾ, നയങ്ങൾ, പരിപാടികൾ, നടപടിക്രമങ്ങൾ, ബഡ്ജറ്റ് എന്നിവ നിർണ്ണയിക്കുന്ന പ്രക്രിയയ്ക്കാണ് ഫിനാൻഷ്യൽ പ്ലാനിംഗ് എന്ന് പറയുന്നത്. ഇനി അതിന്റെ ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ വിഭവങ്ങൾ പരമാവധി ഗുണകരമായി വിനിയോഗിക്കുമെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടത്ര ധനം പ്രദാനം ചെയ്യുക, ധനശേഖരണത്തിനുള്ള ചെലവ് കഴിയുന്നത്ര കുറയ്ക്കാൻ, നഷ്ടം സഹിക്കാനുള്ള ഉടമകളുടെ ശേഷിക്ക് അനുസൃതമായി തക്കതായ ഉറവിടങ്ങളിൽ നിന്ന് ധനശേഖരണം നടത്തുക, ബിസിനസിന്റെ നിയന്ത്രണം കൈമോശം വരാതെ ഉടമകളെ സംരക്ഷിക്കുക, മാറ്റങ്ങൾക്ക് അനുസൃതമായി ധനപരമായ ഘടനയിൽ നീക്കുപോക്ക് വരുത്താൻ കഴിയുന്നതിന് പ്ലാനിങ്ങിനെ ലളിതമായി നിലനിർത്തുക. ഇതൊക്കെയാണ് അതിന്റെ ഒബ്ജക്റ്റീവ്സ്. ഇനി എന്താണ് വാട്ട് ആർ ദ എസെൻഷ്യൽസ് ഓഫ് എ സൗണ്ട് ഫിനാൻഷ്യൽ പ്ലാൻ? ഒരു ധനകാര്യ ആസൂത്രണത്തിന് ആവശ്യമായ മൂലതത്വങ്ങൾ എന്തൊക്കെയാണെന്നാണ്. ആസൂത്രണം തികച്ചും ലളിതമായിരിക്കണം. ആസൂത്രണം എപ്പോഴും ദീർഘവീക്ഷണം ഉള്ളതായിരിക്കണം. ആസൂത്രണം ഏത് സാഹചര്യത്തിലും വഴങ്ങുന്നവയാവണം. ഫണ്ടുകളുടെ ഫലപ്രദമായ ഉപയോഗം ഉറപ്പുവരുത്തുക. സ്വരൂപിക്കുന്ന ഫണ്ടിന്റെ ചിലവ് മുഴുവനായും അക്കൗണ്ടിൽ കാണിക്കുകയും ഏറ്റവും കുറഞ്ഞ തരത്തിൽ രേഖപ്പെടുത്തുകയും വേണം. അടുത്തത് വാട്ട് ആർ ദ മേജർ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ്? പ്രധാനപ്പെട്ട മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റുകൾ ഏതൊക്കെയാണെന്നാണ്. അതിലൊന്നാമത്തെ കോൾ മണി. ബാങ്കുകളും മറ്റു ധനകാര്യ സ്ഥാപനങ്ങളിലും അന്നന്ന് അധികം വരുന്ന പണം കൈകാര്യം ചെയ്യുന്ന മണി മാർക്കറ്റിലെ ഒരു പ്രധാന ഘടകമാണ് കോൾ മണി മാർക്കറ്റ്. കേന്ദ്ര ബാങ്ക് നിർദ്ദേശിക്കുന്ന നിയമപരമായ കരുതൽ ധനം നിലനിർത്താനും ഹ്രസ്വകാല ധനകാര്യ പ്രശ്നങ്ങൾ തരണം ചെയ്യുവാനും കോൾ മണി സഹായിക്കുന്നു. ഇതിന്റെ കാലാവധി 1 ദിവസം മുതൽ 14 ദിവസം വരെ. അതായത് ബാങ്കുകളും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിൽ അന്നന്ന് അധികം വരുന്ന പണം കൈകാര്യം ചെയ്യുന്ന മണി മാർക്കറ്റിൽ ഒരു പ്രധാന ഘടകമാണ് കോൾ മണി മാർക്കറ്റ്. കേന്ദ്ര ബാങ്ക് നിർദ്ദേശിക്കുന്ന നിയമപരമായ കരുതൽ ധനം നിലനിർത്താനും ഹ്രസ്വകാല ധനകാര്യ പ്രശ്നങ്ങൾ വിതരണം ചെയ്യുവാനും കോൾ മണി സഹായിക്കുന്നു. ഇതിന്റെ കാലാവധി 1 ദിവസം മുതൽ 14 ദിവസം വരെയാണെന്നാണ് പറയുന്നത്. പിന്നെ അടുത്തതാണ് ട്രഷറി ബില്ല്. സർക്കാർ വാങ്ങുന്ന ഹ്രസ്വകാല വായ്പകളാണ് ട്രഷറി ബില്ലുകൾ. 14 ദിവസം മുതൽ 364 ദിവസം വരെയാണ് ഇതിന്റെ കാലാവധി. ഇത്തരം ട്രഷറി ബില്ലുകൾ വിതരണം ചെയ്യുന്നത് RBI ആണ്. പിന്നെ കൊമേഴ്സ്യൽ പേപ്പർ. കമ്പനിയുടെ പ്രവർത്തന മൂലധനത്തിന് ആവശ്യമായ ധനം സംഘടിപ്പിക്കുന്നതിനുള്ള ഒരു ഉപകരണമാണിത്. ഇതിന്റെ കാലാവധി 15 ദിവസം മുതൽ 1 വർഷം വരെയാണ്. പിന്നെ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്, CD എന്ന് പറയും. സ്മോൾ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളും വാണിജ്യ ബാങ്കുകളും വിതരണം ചെയ്യുന്ന ഹ്രസ്വകാല ഉപകരണമാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്. ഒരു കക്ഷിയിൽ നിന്ന് മറ്റൊരു കക്ഷിയിലേക്ക് സ്വതന്ത്രമായി കൈമാറ്റം ചെയ്യാൻ സാധിക്കും. അതായത് സ്മോൾ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളും അതേപോലെ തന്നെ വാണിജ്യ ബാങ്കുകളും വിതരണം ചെയ്യുന്ന ഹ്രസ്വകാല ഉപകരണമാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്. ഒരു കക്ഷിയിൽ നിന്ന് മറ്റൊരു കക്ഷിയിലേക്ക് സ്വതന്ത്രമായി കൈമാറ്റം ചെയ്യാൻ സാധിക്കും. ഇനി വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈമറി മാർക്കറ്റ് ആൻഡ് സെക്കൻഡറി മാർക്കറ്റ്? പ്രൈമറി മാർക്കറ്റ് പ്രാഥമിക വിപണിയും അതേപോലെ ആപേക്ഷിക വിപണിയും തമ്മിലുള്ള വ്യത്യാസങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതിൽ ഒന്നാമത്തെ ദീർഘകാല ധനസമാഹരണത്തിന് പുതിയ ഓഹരികളുടെ വിൽപ്പനയാണ് നടക്കുന്നത്. രണ്ടാമത്തെ പ്രാഥമിക വിപണിയിൽ വിൽപ്പന നടത്തിയ ഓഹരികളിൽ നിന്നും തുടർച്ചയായ ധനസമാഹരണമാണ് ഇവിടെ നടക്കുന്നത്. പിന്നെ പ്രൈമറി മാർക്കറ്റിൽ പ്രാഥമിക വിപണിയിൽ പങ്കെടുക്കുന്നത് പ്രധാനമായും ധനകാര്യ സ്ഥാപനങ്ങൾ, അണ്ടർ റൈറ്റേഴ്സ്, മ്യൂച്വൽ ഫണ്ടുകൾ തുടങ്ങിയവയാണ്. സെക്കൻഡറി മാർക്കറ്റിൽ പ്രാഥമിക വിപണിയിലെ പ്രവർത്തകരും സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ സ്റ്റോക്ക് ബ്രോക്കേഴ്സുമാണ്. പിന്നെ പ്രാഥമിക വിപണിയിൽ ഓഹരികളുടെ വില നിയന്ത്രിക്കുന്നത് മാനേജ്മെന്റും സെബിയുടെ നിയമങ്ങൾക്കും അനുസരിച്ചാണ്. സെക്കൻഡറി മാർക്കറ്റിൽ വിപണിയുടെ ചോദനവും വിതരണവും അടിസ്ഥാനപ്പെടുത്തിയാണ്. അപ്പൊ
പ്രൈമറി മാർക്കറ്റും അതേപോലെ തന്നെ സെക്കൻഡറി മാർക്കറ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ ഈ പറഞ്ഞത്. ഇനി ക്യാപിറ്റൽ മാർക്കറ്റിൽ വാട്ട് ഈസ് ദ റോൾ ഓഫ് സെബി ഇൻ ക്യാപിറ്റൽ മാർക്കറ്റ്? മൂലധന വിപണിയിൽ സെബിയുടെ പങ്ക്. സെബി സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, അതായത് സെബിയുടെ ഫുൾ നെയിം ആണ് സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. ജൂൺ 1991 മുതൽ കേന്ദ്ര സർക്കാർ കുറേയധികം മാറ്റങ്ങളും പുതിയ പദ്ധതികളും മൂലധന വിപണിയുമായി ബന്ധപ്പെട്ട് സ്ഥാപിച്ചിരുന്നു. ഇവയിൽ ഏറ്റവും പ്രധാനമായിരുന്നു കൺട്രോളർ ഓഫ് ക്യാപിറ്റൽ ഇഷ്യൂസ് എന്ന CCI, സെക്യൂരിറ്റീസ് ബോർഡ് ഓഫ് ഇന്ത്യ സെബി എന്ന പേരിലേക്ക് മാറ്റപ്പെട്ടത്. അതായത് കൺട്രോളർ ഓഫ് ക്യാപിറ്റൽ ഇഷ്യൂസ് ആണ് പിന്നീട് സെബി എന്ന പേരിലേക്ക് മാറ്റപ്പെട്ടത്. ഇതിന്റെ പ്രവർത്തനം ആരംഭിച്ചത് 1992 ഇനി സെക്യൂരിറ്റികളിൽ നിക്ഷേപം എടുത്തിരിക്കുന്ന നിക്ഷേപകർക്ക് സംരക്ഷണം നൽകുക, സെക്യൂരിറ്റി മാർക്കറ്റിന്റെ വികസനത്തെ പ്രോത്സാഹിപ്പിക്കുക, സെക്യൂരിറ്റി മാർക്കറ്റിനെ നയിക്കുക, സെക്യൂരിറ്റി മാർക്കറ്റുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുക. ഇതൊക്കെയാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ. അതായത് സെക്യൂരിറ്റികളിൽ നിക്ഷേപം എടുത്തിരിക്കുന്ന നിക്ഷേപകർക്ക് സംരക്ഷണം നൽകുക, അതേപോലെ സെക്യൂരിറ്റി മാർക്കറ്റിന്റെ വികസനത്തെ പ്രോത്സാഹിപ്പിക്കുക, സെക്യൂരിറ്റി മാർക്കറ്റിനെ നയിക്കുക, സെക്യൂരിറ്റി മാർക്കറ്റുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുക. ഇനി സെബിയുടെ പവർ ഓഫ് സെബിയെ കുറിച്ചാണ് പറയുന്നത്. സെബിയുടെ അധികാരങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഓഹരി വിപണിയിലേക്ക് മറ്റ് സെക്യൂരിറ്റി മാർക്കറ്റിനെയും നേതൃപാടവത്തോടെ നയിക്കുക, മ്യൂച്വൽ ഫണ്ടുകളെയും മറ്റിടനിലക്കാരുടെ പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുക, സെൽഫ് റെഗുലേറ്ററി സ്ഥാപനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ക്രമീകരിക്കുകയും ചെയ്യുക, നിക്ഷേപകർക്ക് ബോധവൽക്കരണവും ഇടനിലക്കാരുടെ പ്രവർത്തനങ്ങൾക്ക് പരിശീലനവും നൽകുക. ഇനി എന്താണ് NSE? നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അഥവാ NSE എന്ന് പറഞ്ഞാല് 1999 NSE നിലവിൽ വന്നത്. എന്നാൽ അവരുടെ പ്രവർത്തനം ആരംഭിച്ചത് 1994 കമ്പ്യൂട്ടറിന്റെ നെറ്റ്വർക്ക് ശൃംഖലയിലൂടെ സെക്യൂരിറ്റികൾ വ്യാപാരം നടത്തുകയാണ് ഇവിടെ ചെയ്യുന്നത്. NSEയുടെ ആസ്ഥാനം മുംബൈയാണ്. ഇനി NSEയുടെ ലക്ഷ്യങ്ങൾ, ഒബ്ജക്റ്റീവ്സിനെ കുറിച്ച് പറയുമ്പോൾ വിവിധ തരത്തിലുള്ള സെക്യൂരിറ്റികൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന വിപണിയായി പ്രവർത്തിക്കുന്നു. പിന്നെ ഏറ്റവും സുതാര്യമായ ശൃംഖലയിലൂടെ ഒരു രാജ്യത്തിലുടനീളം നിക്ഷേപകരെ സ്വരൂപിക്കുക, ഇലക്ട്രോണിക് ട്രേഡിംഗ് സിസ്റ്റം ആദ്യമായി ഉപയോഗിച്ചതിലൂടെ ഏറ്റവും കാര്യക്ഷമമായ സെക്യൂരിറ്റി മാർക്കറ്റ് പ്രവർത്തനങ്ങൾ നൽകുന്നു. പിന്നെ അന്താരാഷ്ട്ര സ്റ്റാൻഡേർഡുകൾ എത്തിക്കുന്നു. നമ്മൾ പറഞ്ഞത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഒബ്ജക്റ്റീവ്സ് ഒന്നാമതായിട്ട്, അതായത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിലവിൽ വന്നത് 1999, അതായത് 1999 പക്ഷെ അവരുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് 1994 എന്നാ പറയുന്നത്. 1994 പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു. അത് ഔദ്യോഗികമായിട്ട് നിലയിൽ വന്നത് 99. പിന്നെ കമ്പ്യൂട്ടറിന്റെ നെറ്റ്വർക്ക് ശൃംഖലയിലൂടെ സെക്യൂരിറ്റികൾ വ്യാപാരം നടത്തുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇനി ഇതിന്റെ ക്യാപിറ്റൽ, NSEയുടെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ക്യാപിറ്റൽ ആസ്ഥാനം എന്ന് പറയുന്നത് മുംബൈയാണ്. ഇനി ഇതിന്റെ ലക്ഷ്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ വിവിധ തരത്തിലുള്ള സെക്യൂരിറ്റികൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന വിപണിയായി പ്രവർത്തിക്കുന്നു, ഏറ്റവും സുതാര്യമായ ശൃംഖലയിലൂടെ ഒരു രാജ്യത്തിലുടനീളം നിക്ഷേപകരെ സ്വരൂപിക്കുക, ഇലക്ട്രോണിക് ട്രേഡിംഗ് സിസ്റ്റം ആദ്യമായി ഉപയോഗിച്ചതിലൂടെ ഏറ്റവും കാര്യക്ഷമമായ സെക്യൂരിറ്റി മാർക്കറ്റ് പ്രവർത്തനങ്ങൾ നൽകുന്നു, പിന്നെ അന്താരാഷ്ട്ര സ്റ്റാൻഡേർഡുകൾ എത്തിക്കുന്നു. അപ്പൊ നമ്മൾ ഈ 17ാമത്തെ ചാപ്റ്ററിൽ പറഞ്ഞത് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച്, അതേപോലെ തന്നെ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിനെ കുറിച്ച്, അതേപോലെ ഡിവിഡൻഡിനെ കുറിച്ച്, പിന്നെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റിന്റെ ആവശ്യകത, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ദെൻ നെക്സ്റ്റ് ഇന്ത്യൻ ഫിനാൻഷ്യൽ മാർക്കറ്റ്. എന്താണ് ഫിനാൻഷ്യൽ മാർക്കറ്റ്? വാട്ട് ഡു യു മീൻ ബൈ ഫിനാൻഷ്യൽ മാർക്കറ്റ്? ധനകാര്യ വിപണി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വിപണിയുടെ എല്ലാ ഗുണവിശേഷങ്ങളും ഉള്ളതാണ് ധനകാര്യ വിപണി. ഇവിടെ വിപണനം ചെയ്യുന്ന ഉൽപ്പന്നം ധനകാര്യ ആസ്തികളായിരിക്കും. ധനകാര്യ പ്രമാണങ്ങളോ സേവനങ്ങളോ വിൽക്കാനും വാങ്ങാനും ധനകാര്യ വിപണികൾ സൗകര്യമൊരുക്കുന്നു. അതായത് ധനപരമായിട്ടുള്ള ഫിനാൻഷ്യൽ ആസ്തികൾ, അസറ്റുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുക, അതുപോലെ ഫിനാൻഷ്യൽ പ്രമാണങ്ങളോ സേവനങ്ങളോ ഒക്കെ വാങ്ങാനും വിൽക്കാനും സൗകര്യം ചെയ്യുന്ന വിപണികളെ മാർക്കറ്റാണ് ധനകാര്യ വിപണികൾ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാല്. ഇനി എന്താണ് വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ്? മൂലധന വിപണിയുടെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, അതായത് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഏതൊരു രാജ്യത്തിന്റെയും ധനകാര്യ വ്യവസ്ഥയുടെ പ്രധാന വിഭാഗമാണ് മൂലധന വിപണി. സമ്പാദ്യങ്ങളെ നിക്ഷേപ മേഖലകളിലേക്ക് തിരിച്ചുവിടുന്ന സ്ഥാപനവൽകൃതമായ സംവിധാനമാണ് മൂലധന വിപണി.
ഒരു വർഷത്തിൽ കൂടുതൽ കാലാവധിയുള്ള സെക്യൂരിറ്റികൾ മൂലധന വിപണിയിലാണ് ക്രയവിക്രയം ചെയ്യുന്നത്. നിക്ഷേപകരുടെ കടം വാങ്ങുന്നവരും തമ്മിലുള്ള ധനകാര്യ ഇടനിലയാണ് മൂലധന വിപണിയുടെ പ്രധാന പ്രവൃത്തി മണ്ഡലം. മൂലധന വിപണിക്ക് പ്രൈമറി, സെക്കൻഡറി എന്നിങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട, അതായത് പ്രൈമറി ക്യാപിറ്റൽ മാർക്കറ്റും ഉണ്ട്, അതേപോലെ തന്നെ സെക്കൻഡറി ക്യാപിറ്റൽ മാർക്കറ്റും ഉണ്ട്. അപ്പോ ഏതൊരു രാജ്യത്തിന്റെയും ധനകാര്യ വ്യവസ്ഥയുടെ പ്രധാന വിഭാഗമാണ് മൂലധന വിപണി. സമ്പാദ്യങ്ങളെ നിക്ഷേപ മേഖലകളിലേക്ക് തിരിച്ചുവിടുന്ന സ്ഥാപനവൽകൃതമായ സംവിധാനമാണ് മൂലധന വിപണി. ഒരു വർഷത്തിൽ കൂടുതൽ കാലാവധിയുള്ള സെക്യൂരിറ്റികൾ മൂലധന വിപണിയിലാണ് ക്രയവിക്രയം ചെയ്യുന്നത്. നിക്ഷേപകരും കടം വാങ്ങുന്നവരും തമ്മിലുള്ള ധനകാര്യ ഇടനിലയാണ് മൂലധന വിപണിയുടെ പ്രധാന പ്രവൃത്തി മണ്ഡലം. ഇനി സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുടെ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ഗുണങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തെ, ദേശീയ തലത്തിൽ സാന്നിധ്യം, ഓൺലൈൻ ട്രേഡിംഗ്, ഇടപാടുകളിൽ സുതാര്യത, ഡീമെറ്റീരിയലൈസേഷൻ ട്രേഡിംഗ്, രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതിയെ സഹായിക്കുന്നു തുടങ്ങിയവ. അതായത് ദേശീയ തലത്തിലെ സാന്നിധ്യം, ഓൺലൈൻ ട്രേഡിംഗ്, ഇടപാടുകളിൽ സുതാര്യത, ഡീമെറ്റീരിയലൈസേഷൻ ട്രേഡിംഗ്, പിന്നെ രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതിയെ സഹായിക്കുന്നു. ഇനി നമ്മൾ പറയുന്നത് മണി മാർക്കറ്റിനെ കുറിച്ചിട്ടാണ്. അതായത് മെൻഷൻ ദ ഓർഗനൈസേഷൻസ് ദാറ്റ് ആർ പാർട്ട് ഓഫ് ദി ഓർഗനൈസ്ഡ് മണി മാർക്കറ്റ് ഇൻ ഇന്ത്യ. പണം വിപണി, സംഘടിത പണ വിപണിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഹ്രസ്വകാല സാമ്പത്തിക ആസ്തിക്കുള്ള വിപണിയാണിത്. പ്രവർത്തന കാലാവധി ഒരു വർഷത്തിൽ കുറവായിരിക്കും. വിവിധ തരത്തിൽപ്പെട്ട ഹ്രസ്വകാല ദിനം കൈകാര്യം ചെയ്യുന്ന വിവിധ കമ്പനികൾക്കും സ്ഥാപനങ്ങൾക്കും കൂടി പൊതുവായി പറയുന്ന പേരാണ് പണവിപണി. അതായത് ഹ്രസ്വകാല സാമ്പത്തിക ആസ്തിക്കുള്ള വിപണിയാണിത്. പ്രവർത്തന കാലാവധി ഒരു വർഷത്തിൽ കുറവായിരിക്കും. വിവിധ തരത്തിൽപ്പെട്ട ഹ്രസ്വകാല ദിനം കൈകാര്യം ചെയ്യുന്ന വിവിധ കമ്പനികൾക്കും സ്ഥാപനങ്ങൾക്കും കൂടി പൊതുവായി പറയുന്ന പേരാണ് മണി മാർക്കറ്റ് എന്ന്. ഇനി വാട്ട് ഡു യു മീൻ ബൈ ഡെപ്പോസിറ്ററി? ഡെപ്പോസിറ്ററി എന്ന് പറഞ്ഞാൽ എന്താണ്? നിക്ഷേപകർക്ക് വേണ്ടി സെക്യൂരിറ്റികൾ സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയോ സ്ഥാപനമോ ആണ് ഡെപ്പോസിറ്ററി അഥവാ സൂക്ഷിപ്പ് കേന്ദ്രം. അംഗങ്ങൾക്ക് വേണ്ടി ഇലക്ട്രോണിക് മാധ്യമത്തിലൂടെ സെക്യൂരിറ്റികളുടെ ഉടമസ്ഥാവകാശം മാറ്റുന്ന ഒരു സ്ഥാപനമാണ് ഡെപ്പോസിറ്ററി. അതായത് അംഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഇലക്ട്രോണിക് മാധ്യമത്തിലൂടെ സെക്യൂരിറ്റികളുടെ ഉടമസ്ഥാവകാശം മാറ്റുന്ന സ്ഥാപനമാണ് ഡെപ്പോസിറ്ററി. ആധുനിക പശ്ചാത്തലത്തിൽ ഇതിനെ നിർവചിക്കാം. 1956 കമ്പനി നിയമപ്രകാരം രൂപീകരിക്കുകയും രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും 1992 സെബി ആക്ട് പ്രകാരം രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുള്ളതുമായ ഒരു കമ്പനി എന്നാണ് 1996 ഡെപ്പോസിറ്ററീസ് ആക്ട് നൽകുന്ന നിർവചനം. ഇനി NSDL, വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് NSDL? NSDLന്റെ പൂർണ്ണ രൂപം നാഷണൽ സെക്യൂരിറ്റീസ് ഡെപ്പോസിറ്ററി ലിമിറ്റഡ്. അതായത് NSDLന്റെ പൂർണ്ണ രൂപം നാഷണൽ സെക്യൂരിറ്റീസ് ഡെപ്പോസിറ്ററി ലിമിറ്റഡ് എന്നാണ്. ഇനി സ്റ്റേറ്റ് ദ ഫുൾ ഫോം ഓഫ് CDSL എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഡെപ്പോസിറ്ററി സർവീസസ് ലിമിറ്റഡ്. സെൻട്രൽ ഡെപ്പോസിറ്ററി സർവീസസ് ലിമിറ്റഡ് എന്നാണ് അതിന്റെ പൂർണ്ണ രൂപം. ഇനി ഡിഫൈൻ മണി മാർക്കറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ്സ് ഇമ്പോർട്ടൻസ് ഇൻ മോഡേൺ ഇക്കോണമി. മണി മാർക്കറ്റിന്റെ പ്രാധാന്യം, അതായത് ആധുനിക പണവിപണിയിലെ മണി മാർക്കറ്റിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറയാണ്. അതില് ഫസ്റ്റ് വൺ, മണി മാർക്കറ്റ് എന്താണെന്നാണ്. ഹ്രസ്വകാല സാമ്പത്തിക ആസ്തിക്കുള്ള വിപണിയാണിത്. അതായത് ഷോർട്ട് ടേം ഫിനാൻഷ്യൽ അസറ്റിനുള്ള മാർക്കറ്റാണിത് മണി മാർക്കറ്റ്. പ്രവർത്തന കാലാവധി ഒരു വർഷത്തിൽ കുറവായിരിക്കും. അതുകൊണ്ടാണ് അതിന് ഷോർട്ട് എന്ന് പറയുന്നത്. ഹ്രസ്വകാലം ഒരു വർഷത്തിൽ കുറവായിരിക്കും. വിവിധ തരത്തിൽപ്പെട്ട ഹ്രസ്വകാല ധനം കൈകാര്യം ചെയ്യുന്ന വിവിധ കമ്പനികൾക്കും സ്ഥാപനങ്ങൾക്കും കൂടി പൊതുവായി പറയുന്ന പേരാണ് പണം വിപണി എന്ന്. ഇനി മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതിലൊന്നാമത്തെ കോൾ മണി. ബാങ്കുകളിലും മറ്റു ധനകാര്യ സ്ഥാപനങ്ങളിലും അന്നന്ന് അധികം വരുന്ന പണം കൈകാര്യം ചെയ്യുന്ന പണം വിപണിയിലെ ഒരു പ്രധാന ഘടകമാണ് കോൾ മണി മാർക്കറ്റ്. റിസർവ് ബാങ്ക് നിർദ്ദേശിക്കുന്ന നിയമപരമായ കരുതൽ ധനം നിലനിർത്താനും ഹ്രസ്വകാല ലിക്വിഡ് പ്രശ്നങ്ങൾ തരണം ചെയ്യാനും കോൾ മണി വിപണി ബാങ്കുകളെ സഹായിക്കുന്നു. കോൾ മണിയുടെ കാലാവധി 1 ദിവസം മുതൽ 14 ദിവസം വരെയാണ്. ഇനി നെക്സ്റ്റ്, വാണിജ്യ വിനിമയ ബിൽ അല്ലെങ്കിൽ കൊമേഴ്സ്യൽ ബിൽ. ട്രേഡ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്നും പറയും ഇതിനെ. അതായത് കൊമേഴ്സ്യൽ ബില്ലിനെ ട്രേഡ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്നും പറയും.
ഒരു ബിസിനസ് സ്ഥാപനം മറ്റൊരു ബിസിനസ് സ്ഥാപനത്തിന് നൽകുന്ന ഒരു ഹ്രസ്വകാല രേഖയാണിത്. 30 ദിവസത്തേക്ക്, 60 ദിവസത്തേക്ക്, 90 ദിവസത്തേക്ക് എന്നിങ്ങനെ ബിൽ നൽകുന്ന ആൾ കാലാവധിയിൽ പണം നൽകേണ്ടതായിട്ടുള്ളതിനാൽ അവ സ്വയം ലിക്വിഡേറ്റ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വരുന്നതാണ് ട്രഷറി ബിൽ. സർക്കാർ വാങ്ങുന്ന ഹ്രസ്വകാല വായ്പകളാണ് ട്രഷറി ബില്ലുകൾ. 14 ദിവസം മുതൽ 364 ദിവസം വരെയാണ് ഇതിന്റെ കാലാവധി. പിന്നെ കൊമേഴ്സ്യൽ പേപ്പർ, ഹ്രസ്വകാല പ്രോനോട്ടാണ് കൊമേഴ്സ്യൽ പേപ്പർ. ഒരു നിശ്ചിത കാലാവധിയോട് കൂടിയതായിരിക്കും അത്. പിന്നെ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്, വാണിജ്യ ബാങ്കുകൾ സ്വീകരിക്കുന്ന നിക്ഷേപത്തിന് നൽകുന്ന രേഖയാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്. കമ്പനികളും സ്ഥാപനങ്ങളും ബാങ്കിൽ സൂക്ഷിച്ചിട്ടുള്ള നിക്ഷേപത്തിനാണ് ഈ സർട്ടിഫിക്കറ്റ് നൽകുന്നത്. ഇത് പണം വിപണിയിൽ ക്രയവിക്രയങ്ങൾ ചെയ്യാവുന്നതാണ്. പണം വിപണിയിലെ പ്രമാണങ്ങളുടെ വൈവിധ്യം വിപുലപ്പെടുത്താനായി 1989 ഇത് ഇന്ത്യയിൽ ആദ്യമായി അവതരിപ്പിച്ചത്. അതായത് നമ്മൾ പറയുന്നത് വാണിജ്യ ബാങ്കുകൾ സ്വീകരിക്കുന്ന നിക്ഷേപത്തിന് നൽകുന്ന രേഖയാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്. കമ്പനികളും സ്ഥാപനങ്ങളും ബാങ്കിൽ സൂക്ഷിച്ചിട്ടുള്ള നിക്ഷേപത്തിനാണ് ഈ സർട്ടിഫിക്കറ്റ് നൽകുന്നത്. ഇത് പണം വിപണിയിൽ ക്രയവിക്രയം ചെയ്യാവുന്നതാണ്. പണം വിപണിയിലെ പ്രമാണങ്ങളുടെ വൈവിധ്യം വിപുലപ്പെടുത്താനായി 1989 ഇത് ഇന്ത്യയിൽ ആദ്യമായി അവതരിപ്പിച്ചത്. ഇനി എന്താണ് ക്യാപിറ്റൽ മാർക്കറ്റ്? വാട്ട് ഈസ് ക്യാപിറ്റൽ മാർക്കറ്റ്? ഹൗ ഡസ് ഇറ്റ് ഡിഫർ ഫ്രം മണി മാർക്കറ്റ്? ക്യാപിറ്റൽ മാർക്കറ്റും മണി മാർക്കറ്റും തമ്മിലുള്ള വ്യത്യാസത്തെ കുറിച്ചാണ് പറയുന്നത്. ദീർഘകാല ഫണ്ടുകളായ കടപ്പത്രങ്ങളും ഓഹരികളും സമാഹരിക്കാനും നിക്ഷേപിക്കാനും ഉതകുന്ന സൗകര്യങ്ങളും സ്ഥാപനങ്ങളും അടങ്ങിയ വിപണിയാണ് മൂലധന വിപണി. 1 വർഷത്തിൽ താഴെ കാലാവധിയുള്ള പണപരമായ ആസ്തികൾ കൈകാര്യം ചെയ്യുന്ന ഹ്രസ്വകാല ഫണ്ടുകളുടെ വിപണിയാണ് പണവിപണി. ഇക്വിറ്റി ഷെയർ, പ്രിഫറൻസ് ഷെയർ, കടപ്പത്രങ്ങൾ, ബോണ്ടുകൾ എന്നിവയാണ് മൂലധന വിപണിയിലെ പ്രമാണങ്ങൾ. ട്രഷറി ബിൽ, ട്രേഡ് ബിൽ, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്, കൊമേഴ്സ്യൽ പേപ്പർ തുടങ്ങിയവയാണ് പണവിപണിയിലെ പ്രമാണങ്ങൾ. മൂലധന വിപണിയിൽ ദീർഘകാല സെക്യൂരിറ്റികളാണ് ഉള്ളത്. പണവിപണിയിൽ ഹ്രസ്വകാല ഇൻസ്ട്രുമെന്റുകളാണ് ഉള്ളത്. മൂലധന വിപണിയിൽ നഷ്ടസാധ്യത കൂടുതലാണ്. പണവിപണി കൂടുതൽ സുരക്ഷിതമാണ്. മൂലധന വിപണിയിൽ നിന്നും കൂടുതൽ ആദായം ലഭിക്കും. പണവിപണിയിൽ വരുമാനം കുറവായിരിക്കും. അതായത് ദീർഘകാല ഫണ്ടുകളായ കടപ്പത്രങ്ങളും ഓഹരികളും സമാഹരിക്കാനും നിക്ഷേപിക്കാനും ഉതകുന്ന സൗകര്യങ്ങളും സ്ഥാപനങ്ങളും അടങ്ങിയ വിപണിയാണ് മൂലധന വിപണി. 1 വർഷത്തിൽ താഴെ കാലാവധിയുള്ള പണപരമായ ആസ്തികൾ കൈകാര്യം ചെയ്യുന്ന ഹ്രസ്വകാല ഫണ്ടുകളുടെ വിപണിയാണ് പണവിപണി. ഇക്വിറ്റി ഷെയർ, പ്രിഫറൻസ് ഷെയർ, കടപ്പത്രങ്ങൾ, ബോണ്ടുകൾ എന്നിവയാണ് മൂലധന വിപണിയിലെ പ്രമാണങ്ങൾ. ട്രഷറി ബിൽ, ട്രേഡ് ബിൽ, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്, കൊമേഴ്സ്യൽ പേപ്പർ തുടങ്ങിയവയാണ് പണവിപണിയിലെ പ്രമാണങ്ങൾ. മൂലധന വിപണിയിൽ ദീർഘകാല സെക്യൂരിറ്റികളാണ് ഉള്ളത്. പണവിപണിയിൽ ഹ്രസ്വകാല ഇൻസ്ട്രുമെന്റുകളാണ് ഉള്ളത്. മൂലധന വിപണിയിൽ നഷ്ടസാധ്യത കൂടുതലാണ്. പണവിപണി കൂടുതൽ സുരക്ഷിതമാണ്. മൂലധന വിപണിയിൽ നിന്ന് കൂടുതൽ ആദായം ലഭിക്കും. പണവിപണിയിൽ വരുമാനം കുറവായിരിക്കും. ഇനി വാട്ട് ഈസ് മീൻഡ് ബൈ എ ഡിമാറ്റ് അക്കൗണ്ട്? എന്താണ് ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ? നിക്ഷേപകന്റെ അഭ്യർത്ഥന പ്രകാരം അയാളുടെ പേപ്പർ സർട്ടിഫിക്കറ്റുകൾ തുല്യ മൂല്യത്തിനും സംഖ്യയ്ക്കുമായി ഇലക്ട്രോണിക് രൂപത്തിലേക്ക് മാറ്റി അയാളുടെ അക്കൗണ്ടിൽ വരവ് വെക്കുന്ന പ്രക്രിയയാണ് ഡിമാറ്റ് അക്കൗണ്ട്. അതായത് നിക്ഷേപകന്റെ അഭ്യർത്ഥന പ്രകാരം അയാളുടെ പേപ്പർ സർട്ടിഫിക്കറ്റുകൾ തുല്യ മൂല്യത്തിനും സംഖ്യയ്ക്കുമായി ഇലക്ട്രോണിക് രൂപത്തിലേക്ക് മാറ്റിയിട്ട് അയാളുടെ അക്കൗണ്ടിൽ വരവ് വെക്കുന്ന പ്രക്രിയയാണ് ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാല്. ഇനി നെക്സ്റ്റ്, ഡിഫൈൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ്സ് ഫങ്ഷൻസ്. സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ അതിന്റെ നിർവചനം പറയുക, അതേപോലെ തന്നെ അതിന്റെ ധർമ്മങ്ങളും. സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്റ്റോക്ക് മാർക്കറ്റ് സെക്കൻഡ് ഹാൻഡ് സെക്യൂരിറ്റികൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിനുള്ള ഒരു സംഘടിത വിപണിയാണ്. എക്സ്ചേഞ്ച് അംഗീകാരമുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾക്ക് മാത്രമേ ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ അനുവാദമുള്ളൂ. ഇന്ത്യയിൽ 23 അംഗീകാരമുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ഗവൺമെന്റ് ആദ്യമായി അംഗീകാരം നൽകുന്നതും സ്ഥിരമായ രജിസ്ട്രേഷൻ ഉള്ളതുമായ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്ഥാപനമാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്ഥാപിക്കപ്പെടുന്നത് വരെ ഇതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ടതും സ്റ്റോക്ക് എക്സ്ചേഞ്ച് വിപണിക്ക് ദിശ നൽകിയിരുന്നതും. മൂലധനം രൂപീകരിക്കുന്നതിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ വിലപ്പെട്ട സേവനങ്ങൾ നൽകുന്നു. ഇനി അതിന്റെ പ്രധാനപ്പെട്ട സേവനങ്ങളാണ്, സർവീസാണ്. സെക്യൂരിറ്റികളുടെ കൈമാറ്റം സുഗമമാക്കുന്നു.
സെക്യൂരിറ്റികളുടെ ക്രയവിക്രയം സംബന്ധിച്ച വിവരങ്ങൾ ഏത് സമയത്തും ലഭ്യമാക്കുന്നു. പിന്നെ നിക്ഷേപങ്ങൾക്ക് സുരക്ഷ നൽകുന്നു. മൂലധന രൂപീകരണം ത്വരിതപ്പെടുന്നു. സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസായിക മേഖലയുടെ ആരോഗ്യം പ്രതിഫലിപ്പിക്കുന്നു. ലാഭകരമായ പ്രോജക്റ്റുകളിൽ നിന്ന് കൂടുതൽ ലാഭകരമായ സംരംഭങ്ങളിലേക്ക് മൂലധനത്തിന്റെ ഒഴുക്ക് സുഗമമാക്കുന്നു. ഇനി explain the importance of stock exchanges from the point of view of the companies and investors. സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഇമ്പോർട്ടൻസ്, പ്രാധാന്യത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. കൃത്യമായി നിർവചിക്കപ്പെട്ട ചട്ടങ്ങൾക്കും വ്യവസ്ഥകൾക്കും വിധേയമായിട്ടാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ഇടപാടുകൾ നടക്കുന്നത്. ഇത് നിക്ഷേപകർക്ക് സുഗമമായ രീതിയിൽ ഇടപാടുകൾ നടത്തുന്നതിന് അവർക്ക് സംരക്ഷണം നൽകുന്നു. ഓവർ ട്രേഡിങ്ങും നിയമപരമല്ലാത്ത ഊഹക്കച്ചവടവും കർക്കശമായി നിരോധിച്ചിട്ടുണ്ട്. കൂടാതെ ഗവൺമെന്റിന്റെയും സെബിയുടെയും നിയന്ത്രണം ഉള്ളതിനാൽ നിക്ഷേപകരുടെ സുരക്ഷിതത്വം കൂടുതൽ ഉറപ്പാക്കുകയും ചെയ്യാം. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനികൾക്ക് കൂടുതൽ വിശ്വാസ്യത ലഭിക്കുന്നു. കൂടുതൽ നിക്ഷേപകരെ ആകർഷിക്കാനും ഇത്തരം കമ്പനികൾക്ക് കഴിയുന്നു. അപ്പോൾ കൃത്യമായി നിർവചിക്കപ്പെട്ട ചട്ടങ്ങൾക്കും വ്യവസ്ഥകൾക്കും വിധേയമായിട്ടാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ പ്രവർത്തിക്കുന്നത്. ഇത് നിക്ഷേപകർക്ക് സുഗമമായ രീതിയിൽ ഇടപാടുകൾ നടത്തുന്നതിന് അവർക്ക് സംരക്ഷണം നൽകുന്നു എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഓവർ ട്രേഡിങ്ങും നിയമപരമല്ലാത്ത ഊഹക്കച്ചവടവും കർക്കശമായി നിരോധിച്ചിട്ടുണ്ട്. കൂടാതെ ഗവൺമെന്റിന്റെയും സെബിയുടെയും നിയന്ത്രണം ഉള്ളതിനാൽ നിക്ഷേപകരുടെ സുരക്ഷിതത്വം കൂടുതൽ ഉറപ്പാക്കുകയും ചെയ്യാം. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനികൾക്ക് കൂടുതൽ വിശ്വാസ്യത ലഭിക്കുന്നു. കൂടുതൽ നിക്ഷേപകരെ ആകർഷിക്കാനും ഇത്തരം കമ്പനികൾക്ക് കഴിയുന്നു. ഇനി explain the role played by SEBI in protecting investors' interests and controlling the business at stock exchange. നിക്ഷേപകരുടെ താൽപര്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് സെബിയുടെ പങ്ക് വ്യക്തമാക്കുക. അതായത് ഗുണനിലവാരമുള്ള സെക്യൂരിറ്റികളുടെ വിതരണവും അവയ്ക്ക് കൃത്രിമേതര പ്രചോദനവും ഉറപ്പാക്കുന്നു. അത് ഏറ്റവും നല്ല വിപണി പ്രവർത്തനങ്ങൾ വികസിപ്പിക്കുകയും തെറ്റ് ചെയ്യുന്നവർക്കെതിരെ നിയമ നടപടികൾ എടുക്കുകയും ചെയ്യുന്നു. പങ്കാളികൾക്ക് സുരക്ഷിതമായി ഇടപാട് ചെയ്യുന്നതിന് കഴിയത്തക്ക വിധം അത് വിപണിയിൽ അത്യാവശ്യമായി അച്ചടക്കം നിലനിർത്തുന്നു. സെക്യൂരിറ്റി വിപണിയെ കൂടുതൽ മത്സരമുള്ളതും അച്ചടക്കമുള്ളതും ആക്കുന്നതിന് സെബി സമയാസമയങ്ങളിൽ നിയമങ്ങളും ക്രമീകരണങ്ങളും മാർഗനിർദ്ദേശങ്ങളും പുറപ്പെടുവിക്കുന്നു. 1988 ഗവൺമെന്റ് തീരുമാനപ്രകാരം സ്ഥാപിതമായതാണ്. നിക്ഷേപകരുടെ താൽപര്യം സംരക്ഷിക്കാനും സ്റ്റോക്ക് മാർക്കറ്റിന്റെ വികസനം പ്രോത്സാഹിപ്പിക്കാനും സ്റ്റോക്ക് മാർക്കറ്റിനെ നിയന്ത്രിക്കാനും വേണ്ടിയാണ് സെബി സ്ഥാപിതമായത്. അതായത് സെബിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ സെക്യൂരിറ്റികൾ ഇറക്കുന്നവർ നീതിപൂർവം ഇടപാട് നടത്തുന്നത് പ്രോത്സാഹിപ്പിക്കുക, കുറഞ്ഞ ചെലവിൽ മൂലധനം ശേഖരിക്കാൻ കമ്പനികൾക്ക് കഴിവുണ്ടാക്കുന്ന മൂലധന വിപണിയുടെ വികസനം ഉറപ്പുവരുത്തുക, നിക്ഷേപകർക്ക് സംരക്ഷണം നൽകുക, രാജ്യത്തിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുക. ഇത്രയുമാണ് സെബിയുടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് അഥവാ ലക്ഷ്യങ്ങൾ. അതായത് സെക്യൂരിറ്റികൾ ഇറക്കുന്നവർ നീതിപൂർവം ഇടപാട് നടത്തുന്നത് പ്രോത്സാഹിപ്പിക്കുക, കുറഞ്ഞ ചെലവിൽ മൂലധനം ശേഖരിക്കാൻ കമ്പനികൾക്ക് കഴിവുണ്ടാക്കുന്ന മൂലധന വിപണിയുടെ വികസനം ഉറപ്പുവരുത്തുക, നിക്ഷേപകർക്ക് സംരക്ഷണം നൽകുക, രാജ്യത്തിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുക. പിന്നെ എന്താണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുടെ നിയമ നടപടിക്രമങ്ങൾ? റെഡി മാർക്കറ്റ് കമ്പനികളും ഗവൺമെന്റും ഇറക്കുന്ന സെക്യൂരിറ്റികൾ ഏത് സമയത്തും വിൽക്കാനും വാങ്ങാനും സൗകര്യം ഉണ്ടാക്കുന്ന ഒരു റെഡി മാർക്കറ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് പ്രദാനം ചെയ്യുന്നു. സെക്യൂരിറ്റികളുടെ വിലയിരുത്തൽ, വിവിധ സെക്യൂരിറ്റികളുടെ വില നിർണ്ണയിക്കൽ എന്നിവയെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സഹായിക്കുന്നു. പിന്നെ നിക്ഷേപകരുടെ സംരക്ഷണം, മൂലധന സ്വരൂപണം, കോർപ്പറേറ്റ് മേഖലയുടെ നിയന്ത്രണം, വിവരങ്ങൾക്കുള്ള ക്ലിയറിംഗ് ഹൗസ്. ഇനി ഡിസ്ക്രൈബ് ദ 2 കമ്പോണന്റ് ഓഫ് ദി സെക്യൂരിറ്റീസ് മാർക്കറ്റ്. ഓഹരി വിപണിയുടെ ഘടകങ്ങൾ. സെക്യൂരിറ്റികൾ വ്യാപാരം ചെയ്യപ്പെടുന്ന വിപണിയാണ് സെക്യൂരിറ്റീസ് മാർക്കറ്റ്. സെക്യൂരിറ്റി മാർക്കറ്റിന് പ്രാഥമിക വിപണി എന്നും ദ്വിതീയ വിപണി എന്നുമുള്ള 2 വിഭാഗങ്ങളുണ്ട്. ഒരു കമ്പനി ആദ്യമായി ഇഷ്യൂ ചെയ്യുന്ന സെക്യൂരിറ്റികൾ കൈകാര്യം ചെയ്യുന്ന വിപണിയാണ് പ്രാഥമിക വിപണി. അതുകൊണ്ട് പ്രാഥമിക വിപണിയിലെ ന്യൂ ഇഷ്യൂ മാർക്കറ്റ് എന്നും പറയുന്നു. നിലവിലുള്ള സെക്യൂരിറ്റികൾ ക്രയവിക്രയം ചെയ്യപ്പെടുന്ന വിപണിയാണ് ദ്വിതീയ വിപണി. ദ്വിതീയ വിപണിയെ സ്റ്റോക്ക് മാർക്കറ്റ് എന്നും അറിയപ്പെടുന്നു. ഒരു സ്ഥാപനം ആദ്യമായി ഇഷ്യൂ ചെയ്യുന്ന പുതിയ സെക്യൂരിറ്റികൾ കൈകാര്യം ചെയ്യുന്ന വിപണിയാണ് പ്രാഥമിക വിപണി.
അല്ലെങ്കിൽ പ്രൈമറി മാർക്കറ്റ്. ലിസ്റ്റ് ചെയ്ത സെക്യൂരിറ്റികളും സെക്കൻഡ് ഹാൻഡ് സെക്യൂരിറ്റികളും വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന വിപണിയാണ് ദ്വിതീയ വിപണി. പ്രാഥമിക വിപണിയിൽ പുതിയ സെക്യൂരിറ്റികൾ വിൽക്കുന്നു. ദ്വിതീയ വിപണിയിൽ സെക്കൻഡ് ഹാൻഡ് സെക്യൂരിറ്റികൾ വിൽക്കുന്നു. പ്രാഥമിക വിപണിയിൽ നിക്ഷേപകർക്ക് സെക്യൂരിറ്റി വാങ്ങാൻ മാത്രമേ പറ്റൂ, വിൽക്കാൻ പറ്റില്ല. ദ്വിതീയ വിപണിയിൽ സെക്യൂരിറ്റി വാങ്ങുവാനും വിറ്റ് പണമാക്കാനും കഴിയും. പ്രാഥമിക വിപണിയിൽ ലിസ്റ്റ് ചെയ്യാതെ സെക്യൂരിറ്റികൾ വിൽക്കാൻ കഴിയും. ദ്വിതീയ വിപണിയിൽ ലിസ്റ്റ് ചെയ്ത സെക്യൂരിറ്റികൾ മാത്രമേ വാങ്ങാനും വിൽക്കാനും കഴിയുകയുള്ളൂ. അപ്പൊ നമ്മൾ പറഞ്ഞത് പ്രൈമറി മാർക്കറ്റും സെക്കൻഡറി മാർക്കറ്റും തമ്മിലുള്ള വ്യത്യാസത്തെ കുറിച്ചാണ്. പ്രധാനപ്പെട്ട പ്രൈമറി മാർക്കറ്റ് സെക്കൻഡറി മാർക്കറ്റും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഇനി നെക്സ്റ്റ് അടുത്ത ചാപ്റ്റർ മാർക്കറ്റിംഗ് മാനേജ്മെന്റ്. അതില് ഫസ്റ്റ് വൺ ഡിഫൈൻ മാർക്കറ്റ്. എന്താണ് കമ്പോളം അഥവാ മാർക്കറ്റ്? മാർക്കറ്റ് എന്ന വാക്കിന്റെ ഉത്ഭവം മാർക്കറ്റസ് എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ്. വ്യാപാര ചരക്ക് കച്ചവടം അല്ലെങ്കിൽ വ്യാപാര ചരക്ക് കച്ചവട സ്ഥലം എന്നാണ് ഈ വാക്കിനർത്ഥം. ഇനി ഹൂ ഈസ് ടേംഡ് ആസ് മാർക്കറ്റർ? മാർക്കറ്റർ എന്ന് പറഞ്ഞാൽ ആരാണ്? ആഗ്രഹങ്ങളെ ആവശ്യങ്ങളാക്കി മാറ്റി വിവിധ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും സൃഷ്ടിച്ച് മാർക്കറ്റർ ഉപഭോക്താക്കളുടെ ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും തൃപ്തിപ്പെടുത്തുന്നു. അതായത് ആഗ്രഹങ്ങളെ ആവശ്യങ്ങളാക്കി മാറ്റി വിവിധ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും സൃഷ്ടിച്ച് മാർക്കറ്റർ ഉപഭോക്താക്കളുടെ ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും തൃപ്തിപ്പെടുത്തുന്നു. ഇനി വാട്ട് ഈസ് മീൻഡ് ബൈ ദ ടേം ഗ്രേഡിംഗ്? ഗ്രേഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗുണമേന്മ, വലിപ്പം, തൂക്കം തുടങ്ങിയ സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഉൽപ്പന്നങ്ങളെ വിവിധ തരങ്ങളാക്കി വേർതിരിക്കുന്നതിനെയാണ് തരംതിരിക്കൽ എന്ന് പറയുന്നത്. അതായത് ഗുണമേന്മ, വലിപ്പം, തൂക്കം തുടങ്ങിയ സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഉൽപ്പന്നങ്ങളെ വിവിധ തരങ്ങളാക്കി വേർതിരിക്കുന്നതിനെയാണ് തരംതിരിക്കൽ എന്ന് പറയുന്നത്. ഇനി നെയിം ദ 4 ആക്ടിവിറ്റീസ് ഇൻക്ലൂഡഡ് ഇൻ പ്രൊമോഷൻ ഓഫ് ദി പ്രോഡക്റ്റ്. അതായത് പ്രോത്സാഹന പ്രക്രിയയിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ. ഒന്നാമത്തെ പരസ്യം, രണ്ടാമത്തെ വ്യക്തിഗത വിൽപ്പന, പിന്നെ മൂന്നാമത്തെ വിൽപ്പന പ്രോത്സാഹിപ്പിക്കൽ, നാലാമത്തെ പ്രചാരണം. ഇനി എക്സ്പ്ലെയിൻ ദ മോഡേൺ കോൺസെപ്റ്റ് ഓഫ് മാർക്കറ്റിംഗ്. മാർക്കറ്റിംഗിന്റെ ആധുനിക ആശയം വിശദീകരിക്കുക. മാർക്കറ്റിംഗിന്റെ ആധുനിക ആശയവും പരമ്പരാഗത ആശയവും തമ്മിലുള്ള വ്യത്യാസത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതായത് ട്രഡീഷണൽ കോൺസെപ്റ്റിലുള്ള മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഉൽപാദനത്തിൽ തുടങ്ങി വിൽപ്പനയിൽ അവസാനിക്കുന്ന ഒരു പ്രക്രിയയാണ്. അതായത് ഉൽപാദനത്തിൽ തുടങ്ങി വിൽപ്പനയിൽ അവസാനിക്കുന്നു. വിപണനത്തെ നയിക്കുന്നത് ഉൽപാദനം, ഉൽപ്പന്നം, വിൽപ്പന എന്നീ ഘടകങ്ങളാണ്. മൂന്നാമത് സാമൂഹ്യ പ്രതിബദ്ധതയ്ക്ക് ഇവിടെ സ്ഥാനമില്ല. അടുത്തത് ആധുനിക ആശയം, മോഡേൺ കോൺസെപ്റ്റ് പറയുന്നത് ഉൽപാദനത്തിന് മുൻപ് തന്നെ വിപണനം ആരംഭിക്കുന്നു. ആധുനിക വിപണനം ഉപഭോക്താവിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ളതാണ്. പിന്നെ സാമൂഹ്യ പ്രതിബദ്ധതയ്ക്ക് പരിഗണന കൊടുക്കുന്നു. ഉൽപാദനത്തിന് മുമ്പ് തന്നെ വിപണനം ആരംഭിക്കുന്നു. ആധുനിക വിപണനം ഉപഭോക്താവിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ളതാണ്. പിന്നെ സാമൂഹ്യ പ്രതിബദ്ധതയ്ക്ക് പരിഗണന കൊടുക്കുന്നു. ഇനി എക്സ്പ്ലെയിൻ ഇൻ പാക്കേജിംഗ് ആസ് എ ഫംഗ്ഷൻ ഓഫ് മാർക്കറ്റിംഗ്. വിപണനത്തിന്റെ ധർമ്മങ്ങളിൽ പാക്കിംഗ് എന്നാൽ എന്ത്? ഒരു ഉൽപ്പന്നത്തിന്റെ പാക്കേജ് രൂപകൽപ്പന ചെയ്യുകയും വികസിപ്പിക്കുകയും ചെയ്യുന്ന പ്രവൃത്തിയെ പാക്കേജിംഗ് എന്ന് പറയുന്നു. ഉപഭോക്താവിനെ ആകർഷിക്കുന്നതിനും സുരക്ഷ ഉറപ്പാക്കുന്നതിനും പാക്കിംഗ് നടത്തുന്നു. ആരോഗ്യത്തിനും ശുചിത്വത്തിനും പാക്കേജിംഗ് ഗുണകരമാണ്. പാക്കേജിംഗ് ഉൽപ്പന്നത്തിന്റെ പുതുമ നിലനിർത്തുകയും ചെയ്യുന്നു. അതായത് ഒരു ഉൽപ്പന്നത്തിന്റെ പാക്കേജ് രൂപകൽപ്പന ചെയ്യുകയും വികസിപ്പിക്കുകയും ചെയ്യുന്ന പ്രവൃത്തിയാണ് നമ്മൾ പാക്കേജിംഗ് എന്ന് പറയുന്നത്. ഉപഭോക്താവിനെ ആകർഷിക്കുന്നതിനും സുരക്ഷ ഉറപ്പാക്കുന്നതിനും പാക്കിംഗ് നടത്തുന്നു. ആരോഗ്യത്തിനും ശുചിത്വത്തിനും പാക്കേജിംഗ് ഗുണകരമാണ്. പാക്കേജിംഗ് ഉൽപ്പന്നത്തിന്റെ പുതുമ നിലനിർത്തുകയും ചെയ്യുന്നു. ഇനി എക്സ്പ്ലെയിൻ ദ സിഗ്നിഫിക്കൻസ് ഓഫ് മാർക്കറ്റിംഗ് റിസർച്ച്. മാർക്കറ്റിംഗ് റിസർച്ചിന്റെ അല്ലെങ്കിൽ വിപണന ഗവേഷണത്തിന്റെ പ്രാധാന്യം. വിപണന ലക്ഷ്യം കണ്ടെത്തുന്നതിനും ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുന്നതിനും ഉൽപ്പന്നങ്ങൾ വികസിപ്പിക്കുന്നതിനും അത് ഉപഭോക്താക്കളെ അറിയിക്കുന്നതിനും അവ ഉപഭോക്താക്കൾക്ക് കൈമാറുന്നതിനും ശാസ്ത്രീയമായ വിപണന ഗവേഷണം ആവശ്യമാണ്. വിപണി പരിസ്ഥിതിയുടെ സ്വഭാവം, മത്സരം, ഒരു സ്ഥാപനത്തിന് മത്സരത്തിലൂടെ ഉണ്ടാകുന്ന പ്രയോജനം എന്നിങ്ങനെയുള്ള വിവരങ്ങൾ വിപണി ഗവേഷണത്തിലൂടെ വെളിപ്പെടും. അതായത് വിപണന ലക്ഷ്യം കണ്ടെത്തുന്നതിനും ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുന്നതിനും ഉൽപ്പന്നങ്ങൾ വികസിപ്പിക്കുന്നതിനും അത് ഉപഭോക്താക്കളെ അറിയിക്കുന്നതിനും അവ ഉപഭോക്താക്കൾക്ക് കൈമാറുന്നതിനും ശാസ്ത്രീയമായ വിപണന ഗവേഷണം ആവശ്യമാണ്.
വിപണി, പരിസ്ഥിതിയുടെ സ്വഭാവം, മത്സരം, ഒരു സ്ഥാപനത്തിന് മത്സരത്തിലൂടെ ഉണ്ടാകുന്ന പ്രയോജനം എന്നിങ്ങനെയുള്ള വിവരങ്ങൾ വിപണി ഗവേഷണത്തിലൂടെ വെളിപ്പെടും. ഇനി വിപണനത്തിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച്, അതായത് മാർക്കറ്റിംഗിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. സമൂഹത്തിന് മെച്ചപ്പെട്ട ഉൽപ്പന്നങ്ങൾ നൽകുന്നു. ജനങ്ങളുടെ ജീവിത നിലവാരം അഭിവൃദ്ധിപ്പെടുത്തുന്നതിന് വിപണനത്തിന് പ്രധാന പങ്കുണ്ട്. സ്ഥല സമയ ഭേദമില്ലാതെ എല്ലായിടത്തും ഏത് സമയത്തും ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുന്നു. വിപണനം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു. പരസ്യം, പാക്കിംഗ്, ഗതാഗതം തുടങ്ങിയ മേഖലകൾ വികസിക്കുകയും കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നു. സമ്പദ് വ്യവസ്ഥയുടെ വികസനത്തിന് ഉപകരിക്കുന്നു. സംരംഭകത്വ വികസനത്തിനും വരുമാന വർധനവിനും ഇടയാക്കുന്നു. മത്സരങ്ങളെ അതിജീവിക്കാനും ബിസിനസിനെ വിജയത്തിൽ എത്തിക്കാനും വിപണന തന്ത്രങ്ങൾ സഹായിക്കുന്നു. അതായത് സമൂഹത്തിന് മെച്ചപ്പെട്ട ഉൽപ്പന്നങ്ങൾ നൽകുന്നു. ജനങ്ങളുടെ ജീവിത നിലവാരം അഭിവൃദ്ധിപ്പെടുത്തുന്നതിന് വിപണനത്തിന് പ്രധാന പങ്കുണ്ട്. സ്ഥല സമയ ഭേദമില്ലാതെ എല്ലായിടത്തും ഏത് സമയത്തും ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുന്നു. വിപണനം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു. പരസ്യം, പാക്കിംഗ്, ഗതാഗതം തുടങ്ങിയ മേഖലകൾ വികസിക്കുകയും കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നു. സമ്പദ് വ്യവസ്ഥയുടെ വികസനത്തിന് ഉപകരിക്കുന്നു. സംരംഭകത്വ വികസനത്തിനും വരുമാന വർധനവിനും ഇടയാക്കുന്നു. മത്സരങ്ങളെ അതിജീവിക്കാനും ബിസിനസിനെ വിജയത്തിൽ എത്തിക്കാനും വിപണന തന്ത്രങ്ങൾ സഹായിക്കുന്നു. ഇനി വിപണനവും വിൽപ്പനയും രണ്ടും ഒന്നാണോ? വിപണനം എന്നത് നിർവചിക്കുക. വിപണനവും വിൽപ്പനയും തമ്മിലുള്ള വ്യത്യാസം. അതായത് വിപണനത്തിന്റെ പര്യായമല്ല വിൽപ്പന എന്ന് പറയുന്നത്. അതായത് സെല്ലിങ്ങും മാർക്കറ്റിങ്ങും രണ്ടും രണ്ടാണ്. ചിലത് ഇത് രണ്ടും ഒന്നാണെന്ന് ധരിച്ചിട്ടുണ്ട്. ഈ ധാരണ തെറ്റാണ്. വിൽപ്പനയ്ക്ക് വളരെ ഇടുങ്ങിയ അർത്ഥമുള്ള, അതായത് വളരെ എന്താ പറയാ നാരോ ആയിട്ടുള്ള മീനിങ് ആണ് സെല്ലിങ്ങിനുള്ളത്. വിപണനത്തിലെ കൈമാറ്റ പ്രവർത്തനത്തെ മാത്രമേ ഇത് ഉൾക്കൊള്ളുന്നുള്ളൂ. ഇവ തമ്മിലുള്ള, അതായത് മാർക്കറ്റിങ്ങും അതേപോലെ തന്നെ സെല്ലിങ്ങും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളാണ് താഴെ പറയുന്നത്. അതിലൊന്നാമത്തെ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപഭോക്താവിന്റെ ആവശ്യങ്ങളിൽ ശ്രദ്ധ ഊന്നുന്നു. യഥാർത്ഥ ഉൽപാദനം തുടങ്ങുന്നതിന് മുൻപ് മാർക്കറ്റിംഗ് തുടങ്ങുന്നു. പിന്നെ ഉപഭോക്തൃ കേന്ദ്രീകൃതമാണ്. ഉപഭോക്താവിന്റെ സംതൃപ്തിയിൽ നിന്ന് ലാഭം ലക്ഷ്യമിടുന്നു. കേവിയറ്റ് വെണ്ടർ തത്വം പിന്തുടരുന്നു. അതായത് കേവിയറ്റ് വെണ്ടർ തത്വം എന്ന് പറഞ്ഞാല് വിൽക്കുന്നയാൾ ശ്രദ്ധിക്കണം. പിന്നെ സെല്ലിങ്, വിൽപ്പനക്കാരന്റെ താല്പര്യങ്ങൾ ശ്രദ്ധ ഊന്നുന്നു. വിൽപ്പന ഉൽപാദനത്തിന് ശേഷം നടക്കുന്നു. ഉൽപ്പന്ന കേന്ദ്രീകൃതം, വിൽപ്പനയുടെ വ്യാപ്തിയിൽ നിന്ന് ലാഭം ലക്ഷ്യമിടുന്നു. കേവിയറ്റ് എംപർ എന്ന തത്വം പിന്തുടരുന്നു. അതായത് വാങ്ങുന്നയാൾ ശ്രദ്ധിക്കണം എന്ന തത്വം പിന്തുടരുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞത് മാർക്കറ്റിംഗും സെല്ലിങ്ങും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഡിഫറൻസിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി മാർക്കറ്റിംഗിന്റെ 3 ഒബ്ജക്റ്റീവ്സ്. എക്സ്പ്ലെയിൻ എനി 3 ഒബ്ജക്റ്റീവ്സ് ഓഫ് മാർക്കറ്റിംഗ്. വിപണനത്തിന്റെ ലക്ഷ്യങ്ങൾ. ഉൽപ്പന്നം വിപണനം നടത്താൻ കഴിയുന്ന വിപണിയിലെ ഉപഭോക്താക്കളുടെ അളവ് എത്രയെന്ന് തിരിച്ചറിയുക. ലക്ഷ്യമിടുന്ന വിപണിയുടെ ആവശ്യങ്ങൾ തിരിച്ചറിയുക. ലക്ഷ്യമിട്ടിട്ടുള്ള വിപണിയെ സംതൃപ്തമാക്കുന്നതിന് പര്യാപ്തമായ ഉൽപ്പന്നങ്ങൾ വികസിപ്പിക്കുക. ഇനി മാർക്കറ്റിംഗ് മാനേജ്മെന്റിന്റെ തത്വങ്ങളെ കുറിച്ചാണ് നമ്മൾ അടുത്തായിട്ട് പറയുന്നത്. വാട്ട് ആർ ദ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ഫിലോസഫീസ്? അതിൽ ഒന്നാമത്തെ പ്രോഡക്റ്റ് കോൺസെപ്റ്റ്, ഉൽപാദന തത്വം. ഈ തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ ഉൽപാദനത്തിന്റെ ചിലവ് കുറച്ചുകൊണ്ട് വലിയ അളവിലുള്ള ചരക്കുകളുടെ ഉൽപാദന ലാഭം വർദ്ധിപ്പിക്കുന്ന ഒന്നാണ്. ഉൽപ്പന്നത്തിന്റെ ഗുണങ്ങളെ ആശ്രയിച്ചിരിക്കുന്ന ഉൽപ്പന്നം വാങ്ങുന്ന ഉപഭോക്താക്കൾ ഇത്തരം ഉൽപ്പന്നം വാങ്ങുവാൻ മടിക്കുന്നു എന്നത് ഇതിന്റെ ഒരു ദോഷമാണ്. പിന്നെ പ്രോഡക്റ്റ് കോൺസെപ്റ്റ്, ഉൽപ്പന്ന തത്വം. ഈ തത്വം അനുസരിച്ച് ഒരു സമൂഹത്തിലേക്ക് വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ കടന്നു വരുമ്പോൾ ഉപഭോക്താക്കൾ ഏറ്റവും നല്ല ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുക്കുന്നു. പിന്നെ സെല്ലിംഗ് കോൺസെപ്റ്റ്, വിപണന തത്വം. ഒരു സ്ഥാപനത്തിന്റെ ഉൽപ്പന്നം വിറ്റഴിക്കുന്നതിന് ഏറ്റവും നല്ല പുതിയ വിൽപ്പന തത്വങ്ങൾ ഉപയോഗിക്കേണ്ടതുണ്ട്. ഇത് ബിസിനസ് സ്ഥാപനത്തിന്റെ വളർച്ചയെയും നിലനിൽപ്പിനെയും സഹായിക്കുന്നു. പിന്നെ മാർക്കറ്റിംഗ് കോൺസെപ്റ്റ്. ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്നതിന് മുൻപായി ഉപഭോക്താവിന്റെ ആവശ്യങ്ങളെയും അത്യാവശ്യങ്ങളെയും കണ്ടെത്തിയിരിക്കണം. ഈ തത്വത്തിൽ ഉപഭോക്താവിന്റെ സംതൃപ്തിയാണ് ഒരു സ്ഥാപനത്തിന്റെ ലാഭം വർദ്ധിപ്പിക്കുന്നതിനുള്ള താക്കോൽ. ഇനി സോഷ്യൽ മാർക്കറ്റിംഗ് കോൺസെപ്റ്റ്. ഒരു സ്ഥാപനത്തിന്റെ വളർച്ചയും നിലനിൽപ്പും സാമൂഹിക താല്പര്യം നിറവേറ്റുന്നതിലും ഉപഭോക്താവിന്റെ താല്പര്യം സംരക്ഷിക്കുന്നതിലൂടെയാണ്. അപ്പൊ പ്രധാനപ്പെട്ട മാർക്കറ്റിംഗ് മാനേജ്മെന്റ് കോൺസെപ്റ്റുകളെ കുറിച്ചാണ് പറഞ്ഞത്. അതിൽ പ്രൊഡക്ഷൻ കോൺസെപ്റ്റ്, പ്രോഡക്റ്റ് കോൺസെപ്റ്റ്, സെല്ലിംഗ് കോൺസെപ്റ്റ്, മാർക്കറ്റിംഗ് കോൺസെപ്റ്റ്, അതേപോലെ തന്നെ സോഷ്യൽ മാർക്കറ്റിംഗ് കോൺസെപ്റ്റ്.
Okay, dear students, today we will wind up the class.